നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വലിയ നോയമ്പ് അതിൻ്റെ മധ്യത്തിലേക്ക് അടുത്തു വരുന്നു. ഈ ദിവസങ്ങളിൽ പെരുന്നാളും വചന ശുശ്രൂഷയും ക്രമീകരിച്ച് അതിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി നിന്നെ സ്തുതിക്കുന്നു. തിരുവചനത്തിൻ്റെ കേൾവി ഞങ്ങളെ ആത്മീയമായി പുതുക്കുവാൻ, നവ്യമാക്കുവാൻ മുഖാന്തരമായി തീരണമേ. ദൈവദാസന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് മനുഷ്യരുടെ ശബ്ദമല്ല എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മ കൃപ വചനം പ്രസംഗിക്കുന്നവരുടെ മേലും കേൾക്കുന്നവരുടെ മേലും ഒരുപോലെ ലഭിക്കണമേ. നല്ലൊരു അനുഭവത്തോടെ പിരിഞ്ഞു പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ഈ കൂടി ഓരോ തിരുനാം മഹത്തിനു വേണ്ടിയാകണമേ. നിനക്കൊന്നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ വളരെ അടുത്ത സ്നേഹിതൻ, ഒരുമിച്ച് പഠിച്ച ബഹുമാനപ്പെട്ട ജേക്കബ് സ്ക്രിയാച്ചൻ, എൻ്റെ വാത്സല്യ ശിഷ്യന്മാരിൽ ഒരാളായ ഞങ്ങളുടെ വികാരി ബഹുമാനപ്പെട്ട സജിയേച്ചൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഞാനിവിടെ നിൽക്കുമ്പോഴൊരു 40 വർഷത്തിൻ്റെ പുറകിലേക്ക് പോവുകയാണ്. എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്, 1976 ഈ ദേവാലയമായിട്ടില്ല, ഒരു ചെറിയ ഷെഡാണ്, സൺഡേ സ്കൂളാണ് പ്രധാന പ്രവർത്തനം. അന്ന് സൺഡേ സ്കൂളിലെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ജേക്കബ് സ്ക്രിയാച്ചനാണ്. ഇവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ വാർഷിക സമ്മേളനത്തിന് അദ്ദേഹം എന്നെ ക്ഷണിച്ചിരുന്നു. ഞാനന്ന് ഷമ്മാശനാണ്. അങ്ങനെ 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചാപ്പലിൽ വന്നിട്ടുണ്ടെന്ന്. ചാപ്പലായിട്ടില്ല. ബഹുമാനപ്പെട്ട സജിയേച്ചൻ അർപ്പിച്ചതുപോലെ ഇതിൻ്റെ വളർച്ചയുടെ ഓരോ പടവുകളിലും ഇടയ്ക്കൊക്കെ എനിക്ക് വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇത് കൂദാശ നടക്കുന്ന സമയത്തും അന്ന് നടന്ന കൺവെൻഷനിൽ സംബന്ധിപ്പാനായിട്ട് ഇടയായി. ഇപ്പോൾ വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് വരുന്നതിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കോട്ടയത്തു നിന്നിങ്ങ് വൈകിട്ട് വണ്ടി ഓടിച്ചൊക്കെ വരണമായിരുന്നു. എങ്കിലും ആരാധനയോടും ദൈവവചനത്തോടും താല്പര്യമുള്ള ഒരു സമൂഹം ഒരുമിച്ച് കൂടുകയും അവരെ കാണുകയും ചെയ്യുന്ന വളരെ സന്തോഷപ്രദമാണ്. പരിചയമുള്ളവർ കാണും, പരിചയമില്ലാത്തവരും കാണും. വളരെ നല്ല വാക്കുകളിൽ ബഹുമാനപ്പെട്ട സജിയേച്ചൻ എന്നെ പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്തു. അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക്, അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയ്ക്ക് എനിക്ക് സന്തോഷവും നന്ദിയുണ്ട്. എനിക്കും വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ഞാൻ പഠിപ്പിച്ച വൈദികർ, അവരിൽ മെത്രാച്ചന്മാരായിട്ടുള്ളവരുണ്ട്, റമ്പാച്ചന്മാരുണ്ട്, കോറപ്പിസ്കോപ്പമാരുണ്ട്, വളരെ പ്രഗത്ഭരായ പ്രസംഗകരുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട സജിയേച്ചൻ. ഒത്തിരി പേര് ഇന്നത്തെ കാലത്ത് പ്രസംഗിക്കുന്നവരുണ്ടെന്നുള്ളതും അറിയാം. എല്ലാവർക്കും ദൈവം കഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് അത് കുറച്ചുകൂടെ സവിശേഷമായ നിലയിൽ അത് ദൈവവചനം കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം പ്രാഗൽഭ്യത്തോടെ അത് കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് കൊടുത്തിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരാളാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ. അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പല നിലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. വൈദിക സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ കൈത്താങ്ങൽ എനിക്ക് വളരെയധികമായ ആശ്വാസവും സന്തോഷവും തരുന്നതാണ്. നമ്മുടെ സെമിനാരിയിൽ ഈ അടുത്ത സമയത്ത് വളരെ ബൃഹത്തായ ഒരു പദ്ധതി പൂർത്തീകരിച്ചു. ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അഭിനന്ദനായ ഉസ്താദ് യൂസുഫീനയുടെ മെമ്മോറിയലായി 80-85 കുട്ടികൾക്ക് താമസിക്കത്തക്കവണ്ണം 3 നിലയിലുള്ള ഒരു കെട്ടിടം ശ്രേയസ് ഏകദേശം 3 കോടി രൂപ മുടക്കിയാണ് പണിത്. അതിൻ്റെ പണിയിലൊക്കെ വളരെയധികം ഉത്സാഹത്തോടെ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അതുപോലെ ഇനിയും 1-2 കെട്ടിടങ്ങളൊക്കെ പണിയാൻ പ്ലാനുണ്ട്. അങ്ങനെ സെമിനാരിയുടെ ഓരോരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ആത്മാർത്ഥമായി സഹകരിക്കും എന്നുള്ളത് കാലാകാലങ്ങളിലുള്ള പ്രിൻസിപ്പൽമാർക്ക്
ഒരു വലിയ സന്തോഷവും വലിയ ആനന്ദവുമാണ്. ആ നിലയിൽ അച്ഛൻ എനിക്ക് തരുന്ന കൈത്താങ്ങലുകൾക്കും എനിക്ക് പ്രത്യേകമായ സന്തോഷമുണ്ട്. ഞാൻ ആമുഖ വാക്കുകളെ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. വൈദിക സെമിനാരിയിൽ ഒരുമിച്ച് പഠിക്കുന്ന വൈദികർ എല്ലാവരും ഒരുപോലെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളാണെന്ന് പറയാനൊക്കെ ഇല്ല. എല്ലാവർക്കും സ്നേഹവും കൂട്ടായ്മയുണ്ട്. എന്നാൽ അതിൽ ചിലരുമായി കൂടുതൽ അടുപ്പമുണ്ട്. അങ്ങനെയാണ് ജേക്കബ് സുറിയാച്ചനുമായിട്ടുള്ള എൻ്റെ ബന്ധം. ഒരുമിച്ച് പഠിച്ചവരിൽ വളരെ കൂടുതൽ അടുപ്പമുള്ള ഞങ്ങൾ 3-4 സുഹൃത്തുക്കളുണ്ട്. അതിൽ ഒരാളാണ് അച്ഛൻ. അച്ഛനെ കാണുവാനും അച്ഛൻ്റെ കൊച്ചമ്മയുണ്ട് കാണുവാൻ എവിടെയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ദൈവതമ്പുരാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഈ സമയത്ത് നമുക്ക് നല്ല ആലോചനകളെയും ചിന്തകളെയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. വളരെ സുപരിചിതമായൊരു സംഭവം, അതല്പം ദീർഘമായിട്ടുള്ള ഒരു പാസേജ് ആയതുകൊണ്ട് ഞാൻ ആ മുഴുവൻ ഭാഗം വായിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. പരിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഈ വേദഭാഗത്തെ നിങ്ങൾ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ പരിശുദ്ധ നോമ്പിനോട് ബന്ധിപ്പിച്ച് ചില ആശയങ്ങൾ നിങ്ങളോടൊപ്പം പങ്കിടാനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എമാവൂസിലേക്ക് 2 ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നു. തീർച്ചയായും ആ വേദഭാഗം നമുക്കറിയാവുന്നതാണ്. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം നടന്ന സംഭവമാണ്. വിശുദ്ധ ലൂക്കോസ് മാത്രമേ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റ് സുവിശേഷകരാരും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. 2 ശിഷ്യന്മാർ എമാവൂസിലേക്ക്, അവർ യെരുശലേമിൽ നിന്ന് അങ്ങ് മടങ്ങി പോവുകയാണ്. അവരുടെ മുഖം മ്ലാനമായിരുന്നു എന്നവിടെ പറയുന്നുണ്ട്, വാടിയിരുന്നു. ആകെപ്പാട് മനപ്രയാസത്തോടെയാണ് അവർ തിരിച്ചു പോകുന്നത്. അവരങ്ങനെ പോകുമ്പോഴേ അപരിചിതനായ ഒരാൾ അവരോടൊപ്പം സംഭാഷണത്തിനായിട്ട് കൂടി. ഒന്നും അറിയാൻ വയ്യാത്ത പോലെ ചോദിക്കുന്നു, നിങ്ങളെന്താ ഈ സംഭാഷണം നടത്തുന്നത്? ഇപ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ എല്ലാവരും അറിഞ്ഞ ഒരു വിഷയമാണെങ്കിൽ അതറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്നവരോട് നമ്മൾ ചിലപ്പോൾ ചോദിക്കുമല്ലോ, ഇയാൾ ഏത് കോത്താഴത്തുകാരനാണ് അല്ലേ? കോത്താഴെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ? അറിയാൻ വയ്യ. പക്ഷേ എല്ലാവരും പ്രയോഗിക്കുന്നൊരു പ്രയോഗമാണ്. അതുകൊണ്ട് അവർ ചോദിച്ചു, ഇയാൾ എവിടുത്തുകാരനാണ്? ഈ സംഭവമൊന്നും നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ യെരുശലേമിൽ എന്തോ വലിയ കാര്യമൊക്കെ നടന്നത് അറിഞ്ഞില്ലേ? ഇവിടെ ഒരാൾ ജനത്തെ രക്ഷിക്കുവാനായിട്ട് വരുമെന്ന് വിചാരിച്ചു, പ്രതീക്ഷിച്ചു, വന്നു, ഒട്ടേറെ അതിശയങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തെ ഈ യഹൂദന്മാർ പിടിച്ച് റോമാ സാമ്രാജ്യത്തിൻ്റെ സഹായത്തോടെ ക്രൂശിൽ തറച്ചു, ഖബറിൽ വെച്ചു. ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന സ്ത്രീകൾ പോയി ഉയർത്തെഴുന്നേറ്റതൊക്കെ കണ്ടു. അതൊക്കെ പറയുമ്പോഴേ അവർ വളരെ അസ്വസ്ഥമായിരുന്നു ആ വിശദീകരണം കൊടുക്കുമ്പോൾ. ഈ കൂടെയുള്ള അപരിചിതൻ ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല. അവരോട് പക്ഷേ ഒരു കാര്യം ചോദിച്ചു. അത് എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നുന്നു. വാക്കുകൾ ഉപയോഗിച്ചത് ഇങ്ങനെയായിരുന്നു. അവൻ അവരോട് 25-ാമത്തെ വാക്യത്തിൽ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ അപരിചിതൻ അവരെ വളരെ ശക്തമായിട്ട് തന്നെ താക്കീതുകൊണ്ടാണ് സംസാരിക്കുന്നത്. മന്ദബുദ്ധികളെ എന്നാണ് വിളിച്ചത്. തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്, വ്യാഖ്യാനിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? അവൻ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ടവനാണെന്നുള്ളത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ മിണ്ടാനായിട്ട് സാധിച്ചില്ല. അപ്പോഴേക്കും സമയം സന്ധ്യയായി. മുന്നോട്ട് നടന്നു പോകുവാനായി ആൾ ആംഗ്യം കാണിച്ചപ്പോൾ അല്ലെങ്കിൽ ഭാവിച്ചപ്പോൾ ഇവർ 2 പേരോട് പറഞ്ഞു, വന്നാട്ട് ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ പാർക്കാം. ഈ അതിഥി ആ ക്ഷണം സ്വീകരിച്ചു. പാർത്തു. അത്താഴത്തിനിരിക്കുമ്പോൾ ഈ അതിഥി അപ്പം എടുത്ത് വാഴ്ത്തി കൊടുത്തു. അത് വാങ്ങി കഴിക്കുമ്പോൾ അതിഥിയെ പിന്നെ കാണാനില്ല. അപ്പോഴേക്കും അവർക്ക് വലിയ വിസ്മയം തോന്നി. അപ്പോൾ പരസ്പരം പറയുകയാണ്,
അവൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിരുന്നല്ലേ. അവർക്ക് വലിയ വിസ്മയം തോന്നി, മനസ്സിലാക്കി ഇത് യേശുദമ്പുരാൻ തന്നെയാണ്. വലിയ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ആനന്ദിച്ചുകൊണ്ട് അവർ യെരൂശലേമിലേക്ക് തിരികെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് 11 കണ്ടു. നമുക്കറിയാം, 12ാമത്തെ ആള് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. അതിന് പകരമുള്ള ആളിനെ തിരഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ട് 11 കണ്ട് വഴി വെച്ച് കണ്ട സംഭവങ്ങളെല്ലാം അവരോട് വിവരിച്ചു പാലിച്ചു. ഇതാണ് സംഭവം. ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ഞായറാഴ്ചയിൽ നമ്മൾ ഈ വേദഭാഗം വായിക്കുന്നു. അതുകൊണ്ട് ഇതേക്കുറിച്ചുള്ള ചിന്തകൾ പുതിയതായി ഞാൻ എന്തെങ്കിലും പറയുന്നു എന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിലും നമ്മുടെ പരിശുദ്ധ നോമ്പിനോട് ബന്ധിപ്പിച്ച് ചില ആശയങ്ങൾ ഈ വേദഭാഗത്ത് ഉള്ളത് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് തുടക്കത്തിലും അവസാനത്തിലും ഒരു കാര്യം പറയുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ കണ്ണ് കാണാതെ വണ്ണം നിരോധിച്ചിരുന്നു. ഇതിൻ്റെ അവസാനം പറയുന്നത് അവരുടെ കണ്ണ് തുറന്നു. തീർച്ചയായും ആദ്യ സമയത്ത് അവർ അന്ധന്മാരായിരുന്നു പറയാനൊക്കെ. കണ്ണ് കാണാതെ വണ്ണം നിരോധിച്ചിരുന്നു. യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ സംഭവത്തിൻ്റെ അവസാനമായപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്നു, കണ്ണു തുറന്നു അവർ അവനെ അറിഞ്ഞു. ഞാൻ നോമ്പുമായിട്ട് ഈ 2 വാക്യങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഒന്ന്, കണ്ണ് നമുക്ക് ഇന്ന് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ അന്ധന്മാരാണെന്നുള്ള അർത്ഥമല്ല. പിന്നെയോ നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാണേണ്ടാത്തത് നമ്മൾ പലതും കാണുന്നു, കാണേണ്ടത് കാണുന്നില്ല. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചയുടെ കുഴപ്പം. ഓരോ ദിവസവും നമ്മൾ നോക്കിയാൽ അറിയാം. കുട്ടികളുടെ കാര്യമൊക്കെ പറയുകയും വേണ്ട. കുട്ടികളൊക്കെ കൂടുതലും കാണേണ്ടാത്തതാണ് കാണുന്നത്. വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് കാണേണ്ടാത്തതൊക്കെ ഒത്തേറെ കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്. കാണേണ്ട പല കാര്യങ്ങളുണ്ട്. ദൈവവചനത്തിലുണ്ട്, ആത്മീയമായ അനുഭവങ്ങളിലുണ്ട്. അത് പലതും കാണുന്നുമില്ല. ഈ പരിശുദ്ധ നോമ്പ് നമ്മിൽ വരുത്തേണ്ട ഒരു വ്യതിയാനമാണ്. അവസാനം വരുമ്പോൾ കണ്ണു തുറന്നിട്ട് കാണേണ്ടത് കാണും, കാണേണ്ടാത്തത് കാണുകയില്ല. ഈ രീതിയിലുള്ളൊരു പരിവർത്തനം പരിശുദ്ധ നോമ്പിൽ നിങ്ങൾ ഞാനും പ്രാപിക്കേണ്ടിയിരിക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ 50 ദിവസം ഒരു തീർത്ഥാടനമാണ്. അത് വലിയ ഭാരമാണെന്ന് തോന്നുന്നവർക്ക് ഭാരമാണ്. എന്നാൽ 50 ദിവസം കർത്താവ് നോറ്റ നോമ്പിൽ നമ്മൾ പങ്കുചേരുന്നത് സന്തോഷത്തോടെയാണെങ്കിൽ തീർച്ചയായും ഉയർപ്പിൻ്റെ അനുഭവത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ വലിയ സന്തോഷമുണ്ടാകും. അത് വൈകാരിക മാത്രമല്ല, നമ്മുടെ ആത്മശരീര മനസ്സുകൾക്ക് തന്നെ നമുക്കൊരു നവോന്മേഷവും പുതുക്കവും നമുക്ക് അനുഭവം. അത് നമ്മൾ എങ്ങനെ ആത്മാർത്ഥമായി അതിനെ നോക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് നമ്മൾ കാണേണ്ടാത്തത് കാണുകയും കാണേണ്ടത് കാണാതിരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ 2 ശിഷ്യന്മാര് കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽപ്പെട്ടവരല്ല. അത് നമുക്ക് വ്യക്തമായി. കാരണം ഇവർ ചെന്ന് 11 പേരോടും സംസാരിച്ചു എന്ന് പറയുമ്പോൾ 11 പേരിൽപ്പെട്ടവരല്ല. ഒരാളിൻ്റെ പേര് പറയുന്നുണ്ട്, ക്ലെയോപ്പ. പൊതുവെ വേദവ്യാഖ്യാനം 70 പേരിൽ അറിയിപ്പുകാരായ 70 പേരിൽ 2 പേരാണ് നമ്മുടെ കർത്താവ് അപ്പോസ്തലന്മാരെ കൂടാതെ അറിയിപ്പുകാരെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചത്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ 12 അപ്പോസ്തലന്മാരെ അയച്ചതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലുള്ളത്. അറിയിപ്പുകാരെ അയച്ചതാണ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലുള്ളത്. വിശുദ്ധ ലൂക്കോസ് തന്നെയാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 പേര് അറിയിപ്പുകാരിൽ 70 അറിയിപ്പുകാരിൽപ്പെട്ടവരാണ്. അവരും കർത്താവിൻ്റെ ജീവിതം അടുത്തു നിന്ന് വീക്ഷിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്തവരാണ്. പക്ഷേ ഈ ക്രൂശാരോഹണം കഴിഞ്ഞപ്പോഴേ അവർക്ക് വളരെ നിരാശയുണ്ടായി, മ്ലാനവദനരായിപ്പോയി. ഇത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് വരാവുന്ന ഒരു കുഴപ്പമാണ്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? നമ്മുടെ ആത്മീയതയിലും നമ്മൾ ദൈവത്തെക്കുറിച്ച് ചില പ്രതീക്ഷകൾ വെച്ചു.
ദൈവം അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ഞാൻ നിരാശരാണ്. ഇത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ചിലരൊക്കെ എൻ്റെ അടുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കുടുംബ പ്രശ്നത്തിൻ്റെ കാരണമായി തോന്നിയിട്ടുള്ളത് മനുഷ്യരുടെ പ്രതീക്ഷകളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരമാണ്. കല്യാണം കഴിക്കുമ്പോഴതിന് മുമ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒത്തിരി പ്രതീക്ഷകളുണ്ട്. പോരാങ്കി ഇന്ന് സ്വപ്നങ്ങൾ കാണാനായിട്ട് അതിരുകളില്ലാതെ സ്വപ്നം കാണാൻ ഒക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. പഴയ കാലത്തെ പോലെയല്ല. നമ്മുടെ മുമ്പിൽ ടിവിയും തുറന്നു വെച്ചുകൊണ്ട് നമ്മൾ കാഴ്ചകൾ കാണാനിരുന്നാൽ എവിടെയെല്ലാം നമുക്ക് പോകാം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകാം. ദുബായ് ഫെസ്റ്റിവലിന് പോയില്ലെങ്കിൽ പോലും കണ്ണിന് മുമ്പിലിരുന്ന് ദുബായ് ഫെസ്റ്റിവലിൻ്റെ എല്ലാം നമുക്ക് കാണാം. ഒളിമ്പിക്സ് നമ്മുടെ കൺമുമ്പിൽ ഇരുന്ന് കാണാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ എവിടെയാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുറിക്കകത്തിരുന്ന് കാണത്തക്കമുള്ള സൗകര്യമുള്ളതുകൊണ്ട് നമ്മുടെ ഭാവനകൾക്ക് നിറം പിടിപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല. പഴയ മനുഷ്യർക്ക് അത്രയും ഭാവനകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതീക്ഷകളില്ലായിരുന്നത് കൊണ്ട് മോഹഭംഗവും കുറവായിരുന്നു. ഇന്ന് ഒട്ടേറെ പ്രതീക്ഷകളും ഒട്ടേറെ ആഗ്രഹങ്ങളും നമ്മൾ ജീവിതത്തിൽ വെച്ചു പുലർത്തുമ്പോൾ അത് നിവർത്തിതമാകുന്നത് അത്രയും ആകാതെ വരുമ്പോൾ മനുഷ്യർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. അതാണ് ഫ്രസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അസ്വസ്ഥതകളുടെ ഉറവിടമായിട്ട് കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ചില പെൺകുട്ടികൾ ആൺകുട്ടികളെ ഭർത്താവിനെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകൾ വെക്കും. സാമ്പത്തികമായിട്ടുള്ളത് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രതീക്ഷകൾ കാണും. പക്ഷെ അതത്രയും നിവർത്തിച്ചു എന്നിരിക്കുകയില്ല. അതുപോലെ പുരുഷന്മാർക്കും ഉണ്ടാകാം. ഒരു കുടുംബ പ്രശ്നം കൈകാര്യം ചെയ്ത് ഞാൻ ഓർക്കുന്നു. പെങ്കൊച്ചിൻ്റെ അപ്പൻ കുവൈറ്റിലാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം 15-20 വർഷങ്ങളെങ്കിലും ആയി കാണും. ആളിനെ ഒന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ സംഭവം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അപ്പൻ അവധിക്ക് വരുമ്പോൾ അപ്പനെ വളരെ വാത്സല്യം കൊണ്ട് മകളെ വിളിച്ചുകൊണ്ട് ഏറ്റവും വലിയ മുന്തിയ ടെക്സ്റ്റൈൽ ഷോറൂമിൽ പോയി അവൾ ഇഷ്ടമുള്ള വിലയുള്ള സാധനങ്ങൾ എടുക്കാൻ അവളെ അനുവദിക്കും. അങ്ങനെയാണല്ലോ ഗൾഫിൽ ചിലപ്പോൾ പണമുള്ള മാതാപിതാക്കൾ മക്കളെ എപ്പോഴും കാണാൻ ഒക്കാത്തത് കൊണ്ട് ഒരു കോമ്പൻസേറ്ററി ആയിട്ട് നഷ്ടപരിഹാരം എന്നപോലെ കുഞ്ഞുങ്ങളെ വിട്ടും ജീവിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായ സൗഭാഗ്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ കൊടുത്ത് ആ കുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ അസാന്നിധ്യം ഉണ്ടാക്കിയ പ്രയാസം മാറാനായിട്ട് ഭൗതികമായ കാര്യങ്ങളെ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില കുട്ടികളൊക്കെ ആഡംബരപ്രിയരും ധൂർത്തരുമായി മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് ചിലപ്പോട്ട് ഞാൻ ഈ പറഞ്ഞത്, ഈ പെൺകുച്ച് അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിച്ചൊരു കുട്ടിയാണ്. ഡിഗ്രി വരെ പഠിച്ചതേ ഉള്ളൂ. പക്ഷെ ആ കുട്ടിയുടെ കല്യാണം ഒരു എഞ്ചിനീയറെ കൊണ്ട് കല്യാണം നടന്നു. എഞ്ചിനീയർ ആയതുകൊണ്ട് ആ വിവാഹം നടന്നു. ഇവളെ ഡിഗ്രി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഭർത്താവ് എഞ്ചിനീയറാണ്. അതുകൊണ്ട് ആ നല്ല അന്നത്തെ കാലത്ത് ഒരു 10-20 വർഷം മുമ്പ് എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വിലയൊക്കെ ഉണ്ട്. സർക്കാർ ജോലിയാണ്. പക്ഷെ ശമ്പളം, വലിയ ശമ്പളമൊന്നും ആ കാലത്തില്ല. അപ്പോൾ ഈ കുട്ടി വളരെ അസ്വസ്ഥയാണ്. പല പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങളുമായിട്ടാണ് കൗൺസിലിങ്ങിന് വന്നത്. അപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറയാണ്, ഈ മനുഷ്യന് എന്നോടൊരു സ്നേഹവുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, സ്നേഹത്തിൻ്റെ അടയാളം എന്താ? അത് എൻ്റെ പപ്പ വരുമ്പോൾ എന്നെ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി എനിക്ക് എല്ലാം വാങ്ങിച്ചു തരുമായിരുന്നു. ഈ മനുഷ്യൻ എന്നെ ഒരു ഷോപ്പിങ്ങിനും കൊണ്ടുപോയി. എനിക്ക് ആവശ്യമുള്ള ഒന്നും വാങ്ങിച്ചു തരത്തില്ല. ഞാൻ അവനോട് ചോദിച്ചു, ശരിയാണോ? അവൾക്ക് അത്യാവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ഭർത്താവിൻ്റെ ചുമതലയല്ലേ? ഉടനെ അവൻ പറയാണ്, അച്ഛൻ്റെ മുമ്പിലായതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ അവളെ കൊണ്ടുപോകാറില്ല. അയാൾ പറയാണ്, അന്നത്തെ കാലത്ത് 12,000-15,000 രൂപ ശമ്പളമുള്ള ഒരാളാണ് ഞാൻ. എഞ്ചിനീയർ ആണെങ്കിൽ എനിക്ക് അത്രയേ ഉള്ളൂ ശമ്പളം. അവളുടെ കൂടെ ഞാൻ ഒരിക്കൽ ഷോപ്പിങ്ങിന് പോയി. അവളൊരു ചുരിദാർ എടുക്കാൻ അവൾക്ക് 5,000 രൂപ വേണം. എന്നുവെച്ചാൽ 15,000 രൂപ വാങ്ങിക്കുന്ന ഞാൻ ഓരോ മാസവും 5,000 രൂപയുടെ ചുരിദാർ എങ്ങനെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്? ഉടനെ ആ പെൺകുട്ടി എൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു, എന്നാ പിന്നെ എന്തിനാ കെട്ടാൻ പോയത്?
അതിനൊന്നും സൗകര്യമില്ലെങ്കിൽ എന്തിനാ കല്യാണം കഴിക്കാൻ പോയത്? അപ്പോൾ ആ കുട്ടിയുടെ ബാല്യത്തിൽ, ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലത്തിൽ അവൾക്ക് ലഭിച്ച ആ സൗഭാഗ്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. അവൾ സൗഭാഗ്യമായിട്ട് കാണുകയാണ്. ആഗ്രഹിക്കുന്ന എന്തും വാങ്ങിക്കാൻ സാധിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ജനിച്ചു വളർന്ന കുട്ടി അതുപോലെയുള്ള പ്രതീക്ഷകളാണ് ഭർത്താവിൽ വെച്ച് പുലർത്തുന്നത്. പക്ഷേ ഭർത്താവിന് അതിനുള്ള സൗകര്യമില്ലെങ്കിൽ അവൾ അസ്വസ്ഥയാണ്. ഇപ്പോൾ സ്ത്രീകളാരും വിചാരിക്കരുത് ഞങ്ങളുടെ മാത്രം കുഴപ്പം, പുരുഷന്മാർക്കും ഉണ്ട് ഇതുപോലെ കേട്ടോ. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കാൻ പോകുന്നില്ല. പറഞ്ഞു വന്നത്, മനുഷ്യ ജീവിതത്തിൽ മോഹഭംഗം, അസ്വസ്ഥതകൾ ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒട്ടേറെ വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയും ആ പ്രതീക്ഷകൾ പൂവണിയുന്നത് അതിനായത് ആനുപാതികമല്ലാതെ വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. ഇത് കുടുംബജീവിതത്തിലെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്, ഈ അന്തരം. അതുകൊണ്ട് എൻ്റെ വിഷയം ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാടിൽ ദൈവത്തെക്കുറിച്ച് നമുക്കിതുപോലെ നമ്മുടേതായ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കും പ്രയാസമാണ്. അതാണ് ഇവിടെ ഈ ശിഷ്യന്മാർക്ക് സംഭവിച്ചത്. ശിഷ്യന്മാർ പ്രതീക്ഷിച്ചത് യേശു രക്ഷകനാണ്. യൗസേപ്പിന് വെളിപാടുണ്ടാവുമ്പോൾ പറയുന്നു, അവൻ ജനത്തെ തൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് വെച്ചാൽ നമുക്കറിയാം സേവിയർ, ജീസസ് സേവിയർ. ഈ സേവിയർ എന്നുള്ള വാക്ക് യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന ആ ജനതയെ രക്ഷിക്കും. പൊളിറ്റിക്കൽ ലിബറേഷൻ, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമോചനം, അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം, ഒരു സ്വാതന്ത്ര്യം, ഇത് തരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അവർ പ്രതീക്ഷ വർദ്ധിക്കത്തക്കവണ്ണം ക്രിസ്തു വളരെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അമാനുഷികമായ പലതും അവൻ ചെയ്തു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, കടലിൻ്റെ മീതെ നടന്നു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, കുരുടന് കാഴ്ച കൊടുത്തു, പക്ഷപാത രോഗിയെ സൗഖ്യമാക്കി, എന്തെല്ലാം അതിശയങ്ങൾ ചെയ്തു. ഒടുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുകയും കൂടെ ചെയ്തു. അപ്പോഴേക്കും അവർക്ക് പ്രതീക്ഷകൾ അങ്ങ് വർദ്ധിച്ചു. ഓ, ഈ ആൾ തന്നെയാണ് ഈ ജനത്തെ രക്ഷിക്കുവാനായിട്ട് കഴിവുള്ള ആള്, ഇത്രയും ശക്തി പ്രവർത്തിക്കാൻ അമാനുഷികമായ ശക്തിയുള്ള ആള് തീർച്ചയായും റോമാ സാമ്രാജ്യത്തിനെതിരായി പോരാടി ഞങ്ങളെ വീണ്ടെടുക്കും. പക്ഷേ അത് അസ്തമിച്ചു പോയി. ഈ ഇത്രയും അതിശയം പ്രവർത്തിച്ച ആള് യഹൂദന്മാര് അല്ലെ റോമാക്കാര് വന്ന പടയാളികൾ പിടിച്ചപ്പോൾ നിസ്സഹായനായി, ഒന്നും ചെയ്തില്ല. അവർ തുപ്പി, അവരടിച്ചു, അവരുടെ തലയിൽ മുൾക്കിരീടം വെച്ച് ചോര ധാരധാരയായി ഒഴിയത്തക്കവണ്ണം മുൾക്കിരീടം അടിച്ചു കയറ്റി, കുരിശുമായി, ഭാരമേറിയ കുരിശുമായി താൻ പലപ്പോഴും വീണു. അന്നേരവും അവർ മർദ്ദിച്ചു. ഒടുവിൽ കാരിരുമ്പാടുകൾ തടയ്ക്കപ്പെട്ട് ക്രൂശയിൽ നാട്ടി വളരെ നിസ്സഹായനായി ഒരു കുറ്റവാളിയെ പോലെ അവൻ ഈ ലോക ജീവിതം വെടിഞ്ഞു. ഒടുവിൽ കബറിങ്കൽ വെച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു. അതിന് പൊരുൾ അവർക്ക് മനസ്സിലായി. അതിനകത്ത് അവർക്ക് അതിശയം കണ്ടെത്താനായിട്ട് സാധിച്ചുമില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നിരാശരായി. ഈ പരിശുദ്ധ നോമ്പിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും നമ്മുടേതായ ഒരു ക്രിസ്തുവിനെ ഉണ്ടാക്കരുത്. നമുക്കൊക്കെ വരുന്ന കുഴപ്പം നമ്മുടേതായ ക്രിസ്തുവിനെ നമ്മൾ സൃഷ്ടിക്കുന്നു. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന വലിയ മിസ്റ്റിക്കൽ പോയറ്റിനെ കുറിച്ചല്ല നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ എന്നുള്ള കൃതിയും മനുഷ്യപുത്രനായ ക്രിസ്തുവും ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ശ്രദ്ധേയനാക്കിയ ഒരു വലിയ മിസ്റ്റിക്കൽ പോയറ്റാണ്. ലെബനോനിൽ ജീവിച്ചിരുന്ന മാറനൈറ്റ് സഭയിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന് ചില സ്വതന്ത്രമായ വ്യാഖ്യാനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവാചകനിലെ ഒരു ദൃശ്യമാണ് 2 ക്രിസ്തുക്കൾ എല്ലാ ക്രിസ്മസിനും കണ്ടുമുണ്ട്. 2 ക്രിസ്തുക്കൾ. ഒന്ന് ബേത്ലഹേമിൽ പിറന്ന ക്രിസ്തു, മറ്റൊന്ന് ആധുനിക സഭകളും ഇടവുകളും നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ക്രിസ്തു. ഇവർ രണ്ടുകൂടെ പലസ്തീനിലെ തെരുവീഥികൾ കണ്ടുവിട്ടുവെന്നാണ് ഈ ഖലീൽ ജിബ്രാന്റെ ഭാവന. എന്നിട്ട്
ബേത്ലഹേമിൽ പിറന്ന യേശു ക്രിസ്തു മറ്റേ ക്രിസ്തുവിനോട് പറയും, ഞാനിപ്പോൾ ഭൂമി ചെന്നാൽ ആരും എന്നെ സ്വീകരിക്കുകയില്ല. കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തുവിനെ ഇന്നത്തെ ലോകം സ്വീകരിക്കില്ല, നിങ്ങളെയാ സ്വീകരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ലോകം സൃഷ്ടിച്ച ക്രിസ്തുവിനെയാണ് ഈ ക്രിസ്മസിൽ എല്ലാവരും വണങ്ങുന്നതെന്ന് ഈ ഖലീൽ ജിബ്രാൻ വിമർശിക്കുന്നു. ഖലീൽ ജിബ്രാനെ വ്യവസ്ഥാപിത സഭകളെ വളരെ വിമർശിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ ക്രിസ്തുവിനോട് അദമ്യമായ സ്നേഹമായിരുന്നു. യേശു ക്രിസ്തുവിനോട് സ്നേഹവും സഭകളോടും അതുപോലെ വ്യവസ്ഥാപിതമായ എല്ലാ സംവിധാനങ്ങളോടും കലഹിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കലഹിക്കുന്ന ആത്മാവുള്ള മനുഷ്യനെന്നും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം പറഞ്ഞ ഒരാശയമാണ്, മനുഷ്യരുണ്ടാക്കിയ ഒരു ക്രിസ്തുവാണ്. ശരിയല്ലേ? ചിലപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇവിടെയൊന്നും നമ്മൾ ഈ കാലിത്തൊഴുത്തിൽ പറഞ്ഞ ക്രിസ്തുവിനെയൊന്നും അല്ല വണങ്ങുന്നതും ആഘോഷിക്കുന്നതും, നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്രിസ്തുവിനെ. എല്ലാ ധൂർത്തിനെയും ആഡംബരത്തെയും നമ്മുടെ പൊങ്ങച്ചത്തെയും നമ്മുടെ എല്ലാ തിന്മയും നീതീകരിക്കാൻ ഉതകുന്ന ഒരു ക്രിസ്തുവിനെയാണ് നിങ്ങളും ഞാനും ഒക്കെ പലപ്പോഴും പ്രതിഷ്ഠിക്കുന്നത്. ഒരു ക്രിസ്മസ് മെസ്സേജ് കൊടുക്കാൻ പോയപ്പോഴേ അവിടെ ഒരു പെങ്കൊച്ചു വന്നാൽ ഒരു പാട്ട് പാടി, നല്ല കുട്ടി, ഒരു 10-12 വയസ്സ് കാണുമായിരിക്കാം. ആ കുട്ടി നല്ല മനോഹരമായൊരു പാട്ടായിരുന്നു. ഈ പാട്ട് പാടി ഞാൻ മെസ്സേജ് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേ ആ കുട്ടി അടുത്ത് നിൽപ്പുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞ് നല്ല പാട്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. എല്ലാവർക്കും വലിയ സന്തോഷം അതാണല്ലോ. ക്രിസ്മസിലെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മുടെ പിള്ളേരെ സ്റ്റേജിൽ കയറ്റി അവരുടെ പരിപാടി കാണുന്നതാണല്ലോ നമുക്ക് വലിയ സന്തോഷം. അല്ലാതെ യേശുവിനെ ആർക്ക് കാണണം? അവിടെ ഒരു പാവക്കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത്, അത് ആർക്കാണ് കാണേണ്ടത്? അതെല്ലാവർക്കും അറിയാം, അത് പാവക്കുഞ്ഞാണ്. നമുക്ക് കാണേണ്ടത് നമ്മുടെ പിള്ളേർ സ്റ്റേജിൽ നിൽക്കുന്ന മാലാഖയായിട്ടും ജോസഫായിട്ടും കന്യാമറിയാമിച്ചായിട്ടും ഒക്കെ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാനാണ് നമ്മൾ ഈ ക്രിസ്മസിൻ്റെ പരിപാടിക്ക് പോകുന്നത്, അല്ല ക്രിസ്തുവിനെ ഒന്നും കാണാനല്ല. പോരാങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്തുവായിട്ട് അവിടെ കിടക്കുന്നത് പാവക്കുട്ടിയെ ആർക്ക് കാണണം? അതുകൊണ്ട് നമ്മളെ തന്നെ പലപ്പോഴും ദർശിക്കാനാണ് നമ്മൾ ഈ പല പരിപാടികളിലും നമ്മൾ ഉന്നം വെക്കുന്നത്. ഏതായാലും ഈ കുട്ടിയുടെ പാട്ട് നല്ലതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അമ്മ അടുത്ത് വന്ന് അങ്ങ് വാചാലയായി, അച്ഛാ ഈ പാട്ട് ഞങ്ങൾ പ്രൊഫഷണലായിട്ട് നല്ലതായിട്ട് പാടുന്നവരെ കൊണ്ട് പ്രത്യേകം പഠിപ്പിച്ചെടുത്താണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഗുണമുണ്ടായി, നന്നായി തന്നെ അത് പാടിയെന്ന് പാടി. അതിൻ്റെ കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു, അച്ഛാ മോള് ഇട്ട ഫ്രോക്ക് അച്ഛൻ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ സ്ത്രീ അല്ലാഞ്ഞുകൊണ്ട് അത് നോക്കിയില്ല. സ്ത്രീകളായിരുന്നെങ്കിൽ ആദ്യം അതേ നോക്കുമായിരുന്നല്ലേ. എനിക്ക് പുരുഷ മനസ്സാവുള്ളൂ, അതുകൊണ്ട് ഡ്രസ്സൊന്നും അധികം അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, നല്ല മനോഹരമായ ഫ്രോക്ക്, വെളുത്ത, നമുക്കറിയാമല്ലോ ഇങ്ങനെ മലാഹയുടെ ചിറക് പോലെ കിടക്കുന്ന ഫ്രോക്കുകൾ പിള്ളേർ ക്രിസ്മസിനൊക്കെ ഇടുമല്ലോ. എന്നിട്ട് അവ പറയാം, അച്ഛാ അവൾക്ക് പാട്ട് പാടാനായിട്ടൊരു പുതിയ ഫ്രോക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയും. പിന്നെ അവളുടെ നിർബന്ധമില്ലയോ, ഞങ്ങൾ പോയി ഒരു നല്ല ഫ്രോക്ക് കടയിൽ കയറി നല്ല ഏറ്റവും അവിടെ ഉണ്ടായിരുന്ന നല്ല വിലയുള്ള വാങ്ങിച്ചു. അച്ഛൻ ഞാൻ വിചാരിച്ചു എന്തോ വിലയായി കാണും. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പിടിയില്ല, എൻ്റെ പിള്ളേരൊക്കെ വളർന്നു, ഫ്രോക്ക് ഇടുന്ന പ്രായമൊക്കെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ വിലയെക്കുറിച്ച് വലിയ ബോധ്യമില്ല. ഞാൻ 4,000 രൂപ ആയോ? അച്ഛാ 9,000 ചില്ലുവാൻ രൂപ ആയി. ഞാൻ പിന്നെ അവരോട് പറഞ്ഞില്ല, എൻ്റെ മനസ്സിലൊരു കുസൃതി തോന്നി. 9,000 ഫ്രോക്ക് ഇട്ടുകൊണ്ട് പാടിയ പാട്ടെന്താണ്? കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ കുറിച്ചുള്ള പാട്ട് പാടണമെങ്കിൽ 10,000 രൂപയുടെ ഫ്രോക്ക് ഇടണം. ഇവിടെയാണ് നമ്മുടെ വൈരുദ്ധ്യം. ഇവിടെ നമ്മൾ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ആരും വിചാരിക്കരുത് എന്നാൽ ഇനി കീറ്റിച്ചീലിയും ധരിപ്പിച്ച് വിടാവും കേട്ടോ. അങ്ങനെയൊന്നും ആരും വലിയ സാഹസമൊന്നും കാണിക്കരുത് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊക്കെ മോഡസ്റ്റായിട്ടൊക്കെ വസ്ത്രധാരണം ചെയ്യാൻ പിള്ളേരെ പഠിപ്പിക്കണം, അതാണ് നല്ലത്. ഞാനിപ്പോൾ കീറ്റിശീലയെ പിറന്ന ക്രിസ്തുവിനെ കുറിച്ച് പാടാനായിട്ട് അതായത് ഈ പ്രായമുള്ള പിള്ളേരെ കീറ്റിശീലയെ ധരിപ്പിച്ച് വിടാവുന്ന എങ്ങനെ വിചാരിക്കല്ലേ, വലിയ സാഹസമൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു വന്ന ആശയം മനസ്സിൽ വേണം. നമ്മൾ സൃഷ്ടിക്കുന്ന ക്രിസ്തുവും ചരിത്രത്തിൽ പിറന്ന ക്രിസ്തുവും ശരിക്കും രണ്ടിൻ്റെ അണ്ടാണ്. അതാണ് ഖലീൽ ജിബ്രാൻ പറഞ്ഞത്. നമ്മൾ സൃഷ്ടിക്കുന്ന ക്രിസ്തു നമുക്ക് താല്പര്യമുള്ള രീതിയിലുള്ളൊരു ക്രിസ്തുവാണ്. അതിനെയാണ് വേദശാസ്ത്രന്മാർ പറഞ്ഞിട്ടുള്ളത്, God created man in his own image.
മാൻ ക്രിയേറ്റ്സ് ഗോഡ് ഇൻ ഹിസ് ഓൺ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിച്ചു. മനുഷ്യൻ മനുഷ്യന്റെ സാദൃശ്യത്തിൽ ദൈവത്തെ സൃഷ്ടിക്കുന്നു. അവനവൻ ഇഷ്ടമുള്ളതുപോലെയുള്ള ദൈവത്തെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് ദൈവത്തെക്കുറിച്ച് ചരിത്രത്തിൽ പിറന്ന ക്രിസ്തുവിനെ കാണുവാനായിട്ടല്ല അവരുടെ ഹൃദയത്തിൽ ദൈവസങ്കല്പം ഉണ്ടായിരുന്നത്. അവരുടേതായ ഒരു സങ്കല്പം ദൈവത്തെക്കുറിച്ച് അവരുണ്ടാക്കി. അത് നിറവേറിയില്ല, അവർക്ക് നിരാശ ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പില് ശരിക്കും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെയൊക്കെ എല്ലാ പ്രാർത്ഥനകളും ചരിത്രത്തിൽ പിറന്ന, പ്രത്യേകിച്ച് നമ്മുടെ പ്രമേയസഭകൾ ശ്രദ്ധിച്ചാൽ അറിയാം, സുവിശേഷങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രമാണ് അവിടെ കൂടുതലുള്ളത്. സുവിശേഷങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷമാണ് ഏറ്റവും വലുത്. ഈ അടുത്ത സമയത്ത് വൈദിക സെമിനാരിയിലെ റിട്രീറ്റ് ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിന് നേതൃത്വം കൊടുത്തത് മുൻ പ്രിൻസിപ്പലായിരുന്ന ബഹുമാനപ്പെട്ട KM ജോർജനാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സഭയിലെ വേദശാസ്ത്ര പണ്ഡിതന്മാരിൽ ഒന്നാമനാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. അത്രയും പ്രാഗൽഭ്യമുള്ള ബഹുമാനപ്പെട്ട അച്ഛനാണ് അവിടെ ധ്യാനം നയിച്ചത്. അച്ഛനൊരു കാര്യം എടുത്തു പറഞ്ഞു, നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ അർത്ഥവത്തായിട്ട് തോന്നി. അച്ഛൻ പറയുകയുണ്ടായി, പുതിയ നിയമത്തിൽ തന്നെ ഗോസ്പലാണ്, യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന 4 സുവിശേഷങ്ങളാണ് അതിൽ തന്നെ കേന്ദ്രം. ബാക്കി പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളും യോഹന്നാൻ ശ്ലീഹായുടെയും യാക്കോബിൻ്റെയും ഒക്കെ സുവിശേഷങ്ങളുടെ വ്യാഖ്യാനമാണ്. കമന്ററീസ് ഓഫ് ദ ഗോസ്പൽ. The gospel, 4 gospels are important. That is the central. അതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് ക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും വരച്ചു കാട്ടിയിരിക്കുന്നത്. മറ്റേ ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ ആരാധനയിൽ സുവിശേഷം വായിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അല്ലേ? മദ്ബഹായിൽ വെച്ച് തന്നെ ധൂപം അർപ്പിച്ച് 2 സൈഡിലും മെഴുകുതിരി പിടിച്ച് അതിൻ്റെ പുറകിൽ മറുവാസ കിലുക്കി ആഘോഷത്തോടെയാണ് ദൈവവചനത്തിൽ സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത്. അത്രയും ആഘോഷം നമ്മൾ വടക്കും തെക്കും ഭൂവിലെ ശേഷവും പൗലോസ് ശ്ലീഹായിൽ ചെല്ലുമ്പോൾ അത്രയും ആഘോഷം നമ്മൾ വേദവാക്യത്തിന് കൊടുക്കുന്നില്ല. അവിടെ ധൂപം വീശുന്നുണ്ട്, ഒരു മെഴുകുതിരി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ 2 മെഴുകുതിരിയും പിടിച്ച് മറുവാസ കിലുക്കി ധൂപം വീശി ആഘോഷത്തോടെ നാം എതിരേൽക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സെൻട്രൽ ആയിട്ടുള്ള തീം. അത് സുവിശേഷത്തിലാണ്. അതുകൊണ്ട് വേദപുസ്തകം മുഴുവനും ദൈവാത്മ പ്രേരിതമാണെന്ന് പറയുമ്പോഴും നമ്മുടെ പാരമ്പര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. സുവിശേഷമാണ് കർത്താവിൻ്റെ ജീവിതത്തെ വരച്ചു കാട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഈ നോമ്പിൻ്റെ സമയങ്ങളിൽ നമ്മുടേതായ സങ്കല്പങ്ങളെല്ലാം വിടും. നമ്മുടെ ആഗ്രഹങ്ങൾ, ക്രിസ്തു നമുക്ക് ചില കാര്യങ്ങളൊക്കെ സാധിച്ചു തരണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചിലതൊക്കെ ഉണ്ടാകണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെ അങ്ങ് വിടും. അതൊന്നും നമ്മൾ ചോദിക്കണം, പ്രാർത്ഥിക്കുകയും വേണ്ട. നോബിൽ സമയത്ത് കുറച്ച് നാൾ മുമ്പ്, 2-3 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഒരമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ വലിയ നോമ്പ് ഈ പ്രാവശ്യം 1-ാമത്തെ ദിവസം പോലെ നോക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, സാധാരണ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ? അച്ഛാ അത് ഞാൻ പാതി പോലെ നോക്കാറുള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ ചില ആൾക്കാരുണ്ട്, ചേന മുറിക്കുന്ന പോലെ മുറിക്കും, ഒറ്റ വെട്ടിന് 2ആയി മുറിക്കുക. അങ്ങനെ നോമ്പിനെ അങ്ങ് 2ആയിട്ട് മുറിക്കും. മുറിച്ചിട്ട് പകുതി മുതൽ നോക്കും. ചിലർ പിന്നെ ആ ചേന കഷ്ണം ഒന്നുകൂടെ മുറിക്കും, 40-ാം വെള്ളിയാഴ്ച പോലെ നോക്കാൻ വേണ്ടി. പിന്നെ ചിലർ ഇച്ചിരൂടെ മുറിച്ച് ഒടുവിൽ ഒരു ദിവസവും കാണുകയില്ല. അപ്പോൾ എൻ്റെ ജിജ്ഞാസ കൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, ആട്ടെ എല്ലാ പ്രാവശ്യവും പാതി മുതലാണല്ലോ നോക്കുന്നത്, ഇന്ന് ഈ പ്രാവശ്യം എന്താ 1-ാം തീയതി മുതൽ നോക്കാൻ തുടങ്ങിയത്? ആ അമ്മ നിഷ്കളങ്കത കൊണ്ട് മറുപടി പറഞ്ഞതാ. അമ്മ ഉടനെ മറുപടി പറയാ, അച്ഛാ ഷൈനി മോള് 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോവാ. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അവരെ ഞാൻ ചെറുതാക്കുന്നില്ല. എങ്കിലും നിങ്ങൾ ഞാൻ മനസ്സിലാക്കണം,
ഷൈനി മോളെ 10ാം ക്ലാസ്സിൽ ജയിപ്പിക്കാനല്ല വലിയ നോയമ്പ്. അങ്ങനെ നോമ്പിനെ ആരും കാണരുത്. ഇവിടെ കുറച്ച് സമേത നോമ്പുകാരും കുറെ ആൾ ദൈവങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും നമുക്കൊരു ഉപവാസം പ്രഖ്യാപിച്ചേക്കാം. ഇങ്ങനെ കുറെ ഉപവാസ പ്രഖ്യാപനക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ കൂടുന്ന നമ്മുടെ ചില ആൾക്കാരും ഒക്കെ ഉണ്ട്. സഭയ്ക്ക് അങ്ങനെയില്ല. സഭയ്ക്ക് കർത്താവ് നോമ്പ് നോറ്റു, ആ നോമ്പ് നമ്മൾ നോക്കുന്നു. 2 കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഒന്ന്, യേശുമ്പരാൻ ആ നോമ്പിൽ കൂടെ എന്ത് സാധിച്ചു, എന്ത് ലോകത്തിന് വെളിപ്പെടുത്തി, അത് നിങ്ങൾ ഞാനും പ്രാപിക്കണം. 2ാമത്, സഭ കൂട്ടിച്ചേർത്തു, അതിനോടുകൂടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവും ഉയർത്തെഴുന്നേൽപ്പും കൂടെ കൂട്ടിച്ചേർത്തു. നമ്മൾ അതിൻ്റെ സന്തോഷത്തിലും പങ്കുചേരണം. ഇതാണ് വലിയ നോയമ്പിൽ സഭ അതിനെക്കുറിച്ച് കൽപ്പിച്ച് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അതിനിടയ്ക്ക് ഈ എമാവൂസിലെ ശിഷ്യന്മാർ ചെയ്തതുപോലെ നമ്മുടേതായ ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ച്, ശരിയാ, ഇതൊന്നും 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെ സമയമില്ലേ, ഇപ്പോഴും 12ാം ക്ലാസ്സിൻ്റെയും പരീക്ഷയുടെ സമയമാണ്. അപ്പോൾ ചിലരുണ്ട്, എന്നാൽ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ പാസ്സാകാൻ വേണ്ടി അങ്ങ് വലിയ നോയമ്പ് ഈ പ്രാവശ്യം അങ്ങ് നോറ്റേക്കാം. കുഞ്ഞ് 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നതുകൊണ്ട് വലിയ നോയമ്പ് അങ്ങ് നോറ്റേക്കാം. അങ്ങനെ നോമ്പില്ല. അങ്ങനെ ആരും നോമ്പ് നോക്കരുത്. നോമ്പിലെ പ്രാർത്ഥനകൾ എന്താ കാണുന്നത്? ആകൽ കുർസായി ജയിക്കുവാനായി ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ നോമ്പേ സമാധാനത്തോടെ വരിക. ഇതാ നമ്മളെ പഠിപ്പിച്ചത്. ആകൽ കുർസ എന്ന പിശാച് നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ചാണെങ്കിൽ നമ്മൾ മാറ്റി പ്രാർത്ഥിക്കണം. എന്താ? 10ാം ക്ലാസ് ജയിക്കാൻ പഠിപ്പിക്കുന്ന നോമ്പേ സമാധാനത്തോടെ വരിക. മോന് വിസ കിട്ടാൻ സഹായിക്കുന്ന നോമ്പേ സമാധാനത്തോടെ വരിക. അല്ലേ? ജോലിയില്ലാത്തവർക്ക് വേണ്ടി അവര് ഒന്ന് പ്രാർത്ഥിക്കുന്നതോ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക ഒന്നും തെറ്റാന്ന് ഞാൻ പറയല്ല. പക്ഷേ നമ്മൾ തിരുവെഴുത്തുകളുടെ സത്യങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടി തന്നിട്ടുണ്ട്. നമ്മുടെ നോമ്പും പ്രാർത്ഥനയും അതിനുവേണ്ടി മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സങ്കടമൊക്കെ പറയാം. സ്വകാര്യ ദുഃഖങ്ങളില്ലാത്തവരാരാ? നമുക്കെല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. സ്വകാര്യ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ വലിയ നോയമ്പ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കാനുള്ള നമ്മുടെ നിർബന്ധമല്ല നോമ്പിൻ്റെ പുറകിലുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മ്ലാനവദനരായി പോകുന്ന പലപ്പോഴും പ്രാർത്ഥനയിൽ പോലും നമ്മൾ നിരാശരായി പോകുന്നുവെങ്കിൽ, ആരാധനയിൽ നമ്മൾ നിരാശരാകുന്നുവെങ്കിൽ, നമ്മൾ മനസ്സിൽ സൃഷ്ടിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് അത് സംഭവിക്കരുത്. ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അപരിചിതനായ ഒരാൾ അവരുടെ കൂടെ സംഭാഷണത്തിന് കൂടി. അപരിചിതന്മാരിലും ഞാൻ കൂടുതൽ ദീർഘമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും അപരിചിതരിലും നന്മ കണ്ടെത്താൻ സാധിക്കണം. ഇന്നത്തെ ലോകത്തിൽ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ഈ പരിചയമുള്ളവരിൽ നന്മ കാണാൻ ചിലപ്പോൾ പറ്റുന്നിരിക്കത്തില്ല. സഭയിൽ പോലും നമ്മൾ ചില മനുഷ്യർ നമ്മൾ ആഗ്രഹിക്കുന്നവരിലൊന്നും നന്മ കണ്ടുകൊണ്ടിരിക്കുകയില്ല. ഈ ലോകത്തിൽ നന്മ ചെയ്യുന്ന അനേകം മനുഷ്യരുണ്ട്. ചിലപ്പോൾ അവർ ക്രിസ്ത്യാനികൾ തന്നെ ആയിരിക്കണമെന്നില്ല, ഓർത്തഡോക്സുകാരായിരിക്കണമെന്നില്ല. അവിടെ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ നമ്മൾ പലപ്പോഴും നന്മയും തിന്മയും എന്നുള്ള നിലയിലെ കാഴ്ചപ്പാടുണ്ടാകാം. ഇന്നത്തെ കാലത്തെ പോലെ വർഗീയതയുടെ കാഴ്ചപ്പാടും നമുക്കുണ്ടാകരുത്. നമ്മുടെ സഭയെ സ്നേഹിക്കണം, സഭയിലുള്ള നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ക്രിസ്തീയ വിശ്വാസികൾക്ക് ഈ ലോകത്തിൽ വേർതിരിവുണ്ടാകേണ്ടത് നന്മ തിന്മ. നന്മയുള്ള എല്ലാത്തിനും സ്നേഹിക്കണം, തിന്മയുള്ളതും തിന്മയെ വെറുക്കുക, തിന്മപ്പെട്ടവരെ വെറുക്കണ്ട. കർത്താവ് പഠിപ്പിച്ച അങ്ങനെയാണ്. പക്ഷെ നന്മ നമ്മളിൽ മാത്രമാകണമെന്നോ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നോ ആരും വിചാരിക്കരുത്. എത്രയോ മനുഷ്യരിൽ ചിലപ്പം ഞാൻ ഓർക്കാറുണ്ട്, നന്മ ചിലപ്പോൾ കണ്ടെത്തുന്നത് ചിലപ്പോൾ നമ്മുടെ വിശ്വാസികളുടെ ഇടയിലാകണമെന്നില്ല. വളരെ നമ്മൾ വിചാരിക്കുന്ന ആത്മീയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്ന ചില മനുഷ്യരിലായിരിക്കാം
നമ്മളെക്കാളും ആഴമേറിയ ആത്മീയതയുടെ അനുഭവമുള്ളത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ കർത്താവ് പറഞ്ഞിട്ടുള്ള നല്ല ശമറിയാക്കാരൻ്റെ ഉപമ അല്ലേ? റോഡിൽ എത്രയോ പേര്, ഈയിടെ മംഗലാപുരത്ത്, ഞാൻ കഴിഞ്ഞ ആഴ്ച മംഗലാപുരത്ത് നിന്ന് പോയിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ച റോഡ് ആക്സിഡൻറ്റിൻ്റെ ഒരു ചിത്രം, അത് ഞാൻ താമസിച്ച അവിടുത്തെ അച്ഛൻ വാട്സപ്പിൽ വന്ന് കാണിച്ചു. ഒരു മനുഷ്യൻ്റെ ദേഹത്തൂടെ വാഹനം കയറി രണ്ടായിട്ട് ശരീരം മാറ്റപ്പെട്ടു. എങ്കിലും മരിക്കുന്നതിന് കുറച്ച് സമയം എടുക്കുമല്ലോ. ആ പാതി ശരീരത്തിൽ നിന്ന് അയാള് കൈയാട്ടി വിളിക്കുന്നുണ്ട്, ആരും അടുക്കുന്നില്ല. നോർത്ത് നോക്കിയ അത്. പക്ഷേ വാട്സപ്പിൽ പിടിക്കാൻ, മൊബൈലിൽ പിടിക്കാൻ ആൾക്കാരുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കാൻ ഉള്ള ഒരു ശക്തി പോലും ഇല്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ലോകത്തില് എന്തെല്ലാം ദാരുണമായ സംഭവങ്ങൾ നടക്കുമ്പോഴേ അവിടെ ആരാ ഓടി ചെല്ലുന്നേ? നിങ്ങൾ ഞാനും ചെല്ലുവോ? നമ്മളാരും ചെല്ലുകയില്ല. വല്ല പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരോ, നമ്മൾ മോശക്കാരെന്ന് വിളിക്കുന്ന ചില മനുഷ്യരായിരിക്കും അവിടെ ചെല്ലുന്നത്. എനിക്ക് തോന്നുന്നില്ല. കർത്താവിൻ്റെ ഉപമ വളരെ സത്യമാണ്. ലേവ്യരാരും പോവുകയില്ല, പുരോഹിത വർഗമാണ്. പിന്നെ പുരോഹിതന്മാർ ഞങ്ങൾ പോവുകയില്ല. നിങ്ങൾ പുരോഹിത വർഗവും ഞങ്ങൾ പുരോഹിതന്മാരും ആരും എടുക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് വളരെ അർത്ഥവത്തായിട്ട് പറഞ്ഞത്, ലേവ്യനും പോയില്ല, പുരോഹിതനും പോയില്ല. നല്ല ശമറിയാക്കാരൻ ആ ജാതിയിലൊന്നും പെട്ടവനല്ല. ഇന്ന് ലോകത്തില് എനിക്ക് തോന്നുന്നത് നന്മ കണ്ടെത്തണമെങ്കിൽ വളരെ സാധാരണക്കാരായ ചില മനുഷ്യരിലൊക്കെ നോക്കണം. അവരിലൊക്കെയാണ് കൂടുതൽ നന്മയുള്ളത്. അവരിൽ നന്മ അന്വേഷിച്ചാൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരത്തില്ല. നേരെ മറിച്ച് വലിയ നേതൃത്വ നിരകളിലൊക്കെ, സഭയിലേത് ഞാൻ പറയുന്നില്ല, കാണുമായിരിക്കാം, നല്ല മനുഷ്യരൊക്കെ ഒത്തിരി കാണുമായിരിക്കാം. ഏതായാലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന അനേകം പേരിൽ സെലിബ്രിറ്റീസും പറഞ്ഞ പത്രങ്ങളിലും മാസികകളിലും ടി വിയിലും ഒക്കെ വരുന്നുണ്ടല്ലോ. ഇന്നത്തെ ആൾക്കാർക്ക് അതിനോടെല്ലാം ആകർഷണീയത. അവിടെയൊന്നും നന്മ കണ്ടെത്താൻ എനിക്കധികം സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ കണ്ണിൻ്റെയും കൂടെ കുഴപ്പമായിരിക്കാം. പക്ഷെ വളരെ പാവപ്പെട്ട മനുഷ്യരിൽ അവരിൽ നന്മ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അവരിൽ ത്യാഗം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അവരിൽ കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും അനുഭവങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത അവരിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അപരിചിതരെ ഒന്നും നമ്മൾ ഇന്ന് അപരിചിതരെ എല്ലാം സൂക്ഷിക്കണമെന്നാണ് പറയുന്നില്ലേ? അത് വേണം, ബുദ്ധിപരമായിട്ടൊക്കെ ചെയ്യണം. അത് ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ അപരിചിതരിൽ നന്മ കണ്ടെത്തുന്ന ഒരു വീക്ഷണം ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നന്മ എവിടെയെല്ലാം ഉണ്ടോ അത് ജാതിയും മതവും നോക്കാതെ കണ്ടെത്താൻ കഴിയുന്ന ഒരു വീക്ഷണം ഉണ്ടാകണം. എനിക്ക് വളരെ ബോധ്യമുണ്ട്, ഇവിടെ ജാതിയും മതവും നോക്കി നന്മ കണ്ടെത്താൻ ശ്രമിച്ചാൽ ശരിയാവുകയില്ല. എല്ലാ വിഭാഗത്തിലും നല്ലവരും ദുഷ്ടരുമുണ്ട്. ഓർത്തഡോക്സുകാർ മാത്രം വിശുദ്ധന്മാരാണെന്നോ ഉള്ള കാഴ്ചപ്പാടൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ പുച്ഛിക്കുന്നവരുടെ ചില സമൂഹം, വിശ്വാസ വിപരീതം നമ്മൾ ചില ആൾക്കാരുമായിട്ട് ആലോചിക്കുമ്പോൾ കാണുമായിരിക്കാം. പക്ഷെ അവരിലും നല്ല മനുഷ്യർ കാണും. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നന്മ കണ്ടെത്താനായിട്ട് അപരിചിതരിലും നന്മയുണ്ടെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ്. പോട്ടെ, എൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ ഞാൻ കൊടുക്കാൻ പോകുന്നത്, ഈ അപരിചിതനായ മനുഷ്യൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചു. എന്താ ചോദിച്ചതറിയാമോ? തിരുവെഴുത്തിൽ കാണുന്ന യേശു ക്രിസ്തുവിനെയാണോ നിങ്ങൾ വിശ്വസിച്ചത്? തിരുവെഴുത്തിൽ കാണുന്ന ക്രിസ്തു, അവൻ ക്രൂശിൽ മരിച്ച് കബറടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണെന്ന് തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടില്ലേ? കർത്താവിൽ പ്രിയരെ, ഇത് വളരെ ആവശ്യമായൊരു സംഗതിയാണ്. തിരുവെഴുത്തിൽ കാണുന്ന ക്രിസ്തുവിനെ കാണാൻ സാധിക്കണം. മറ്റ് മനുഷ്യരുടെ സാക്ഷ്യമൊന്നുമല്ല. മനുഷ്യരുടെ സാക്ഷ്യം, അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭക്കാർ അധികം സാക്ഷ്യം പറയാറില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ വന്നുകൊണ്ട് എൻ്റെ ദൈവം എന്നെ നടത്തിയതിനെ കുറിച്ച് എനിക്ക് വല്ലതൊക്കെ സാക്ഷ്യം പറയാൻ കാണും. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ അനുഭവം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കതെല്ലാം കിട്ടണമെന്നുണ്ടോ?
അല്ലെ നിങ്ങൾ വലിയ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ലഭിക്കണമെന്നുണ്ടോ? മനുഷ്യരുടെ സാക്ഷ്യം അല്ല നിങ്ങൾ ഞാൻ സ്വീകരിക്കേണ്ടത്. പിന്നെ മനുഷ്യരുടെ സാക്ഷ്യം തള്ളിക്കളയണ്ട. തിരുവെഴുത്തുകളിൻ പ്രകാരം സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ ഒന്നും സ്വീകരിക്കണ്ട. ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ടെന്ന് പറയാനല്ലേ പറയുന്നത്. എങ്കിലും അമേരിക്ക ഒരിക്കൽ പോയപ്പോഴേ ടെക്സസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. അവിടെ വലിയൊരു TV പ്രീച്ചറുണ്ട്. അയാളുടെ പ്രസംഗം ഇവിടുത്തെ TV-ലൊക്കെ വരുന്നതായിരിക്കും. ഞാൻ ഈ പ്രസംഗങ്ങളൊന്നും കാണാൻ സമയം കിട്ടാറില്ല. ജെയിൻ ഓസ്റ്റിൻ എന്ന് പറയും അദ്ദേഹം. ജെയിൻ ഓസ്റ്റിൻ ടെക്സസിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധനാ കേന്ദ്രമാണ്. ടെമ്പിൾ ഓഫ് വർഷിപ്പ് എന്നാണ് പറയുന്നത്. ടെമ്പിൾ ഓഫ് വർഷിപ്പ് വലിയ ആൾക്കൂട്ടം, 85,000 90,000 ലക്ഷം പേരൊക്കെയാണ് അവിടെ കൂടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കൂടുമ്പോൾ വലിയ പാട്ടും അതുപോലെ ഡാൻസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് അവർ പറയുന്നത് ആത്മീയ ഇളക്കം കൊണ്ടുള്ള ഡാൻസാണ്. അപ്പോൾ ജനത്തിന് പാട്ട് പാടാം, ഡാൻസ് ചെയ്യുക, വലിയ സന്തോഷം ആൾക്കാർക്ക്. ഈ ആത്മീയം അല്പം എൻ്റർടൈൻമെൻ്റായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഇന്നത്തെ ലോകം എൻ്റർടൈൻമെൻറ്റിലാണ്. എല്ലാത്തിനെയും എൻ്റർടൈൻമെൻ്റ് ആക്കുക. അതാണ് നമ്മുടെ സഭയിൽ ഈ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ വളരെ കൂടുന്നത്. മനുഷ്യർക്ക് അതൊക്കെ വലിയ സന്തോഷമാണ്. എൻ്റർടൈൻമെൻറ്റിലായിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം ഉണ്ടാകും. അപ്പം എൻ്റെ പ്രസംഗമൊക്കെ കുറച്ച് വിരസമായിരിക്കും. നേരെ മറിച്ച് 2 പാട്ടുമൊക്കെ പാടി ഇളക്കി ഒക്കെ അങ്ങോട്ട് പ്രസംഗിക്കാമെങ്കിൽ മനുഷ്യർക്ക് കുറച്ചുകൂടെ ഒരു ഉല്ലാസവും ആനന്ദവും ഒക്കെ ഉണ്ടാകും. വൈകാരികമായ ഇളക്കമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ താമസിച്ച വീട്ടിലെ ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ പലപ്പോഴും ഒക്കെ പോകാറുണ്ട്. നമ്മുടെ ഓർത്തഡോക്സുകാർക്ക് അങ്ങനെയാണല്ലോ, എവിടെ നിന്നെങ്കിലും വരുന്നതല്ല എനിക്ക് പോരാ. അതുകൊണ്ട് ഓർത്തഡോക്സ് പള്ളി മാത്രം പോയി ചിലപ്പം വല്ലയിടത്തും പോയി കിട്ടാനുള്ളത് കിട്ടാതെ പോയാലോ. പണ്ടിലെ വല്യമ്മയുടെ കാര്യം പറഞ്ഞ പോലെ സഹതായുടെ നേർച്ച വെച്ചപ്പോൾ പാമ്പിൻ്റെ തലയ്ക്ക് കൂടെ ചെയ്ത് നേർച്ച വെച്ചു കൊടുത്തു. അവിടെയും വെച്ച് 10 പൈസ വെച്ചു കൊടുത്തു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ, എവിടുന്നാണ് വരുന്നതെന്ന് അറിയുന്നത് എങ്ങനെയാണ്. അതുകൊണ്ട് ഇരിക്കട്ടെ, സഹതായിക്കും ഇരിക്കട്ടെ പൈസ, പാമ്പിനും ഇരിക്കട്ടെ. നമ്മുടെ ഓർത്തഡോക്സുകാരിൽ കുറേ മനുഷ്യരുണ്ട്, എല്ലായിടത്തും അവിടുന്ന് കിട്ടട്ടെ അനുഗ്രഹം, എല്ലായിടത്തും അനുഗ്രഹം കിട്ടട്ടെ. എല്ലാം ആദായ മാർഗമാണ്. അതുകൊണ്ട് ഞാൻ താമസിച്ച ആ വീട്ടുകാരും പറയാം, ഞങ്ങൾ പലപ്പോഴും പോകാറുണ്ട്, നല്ല രസമാണ് പോയാൽ. ഞാനൊന്നും പറഞ്ഞില്ല. അവർ ആഹാരമൊക്കെ തന്നെ അവിടെ താമസിപ്പിച്ചവർക്ക് എതിരും എല്ലാം പറയാൻ നോക്കുക. അതുകൊണ്ട് അതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നെ വൈകിട്ടായപ്പോഴവർ പുസ്തകം എടുത്തു വന്നു. ജെയിൻ ഓസ്റ്റിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചാട്ട്. അത് ഇവിടെ ഒത്തിരി പേര് ഈ പുസ്തകം വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ TV പ്രീച്ചർ, വലിയ ആളല്ലേ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സമയമുണ്ട്, അവിടെയൊക്കെ ചെല്ലുമ്പോൾ സമയമുണ്ട്. പുസ്തകം വായിച്ചു, ഒരു 3-4 ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവർ തന്നായതുകൊണ്ട് ഈ ചവറ്റുകൊട്ടയിലോട്ട് ഇട്ടില്ല. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാനത് ചവറ്റുകൊട്ടയിലോട്ട് ഇട്ടിരുന്നു. അവർ ചപ്പും ചവറും അതിനകത്ത്. അതിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്നത് അറിയാമോ? ഞാനും ഭാര്യയും കൂടെ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ വൈഫ് പറഞ്ഞു, ഇതുപോലൊരു വീട് നമുക്ക് വേണം, നല്ലൊരു വീട്. ഞാൻ അവളോട് പറഞ്ഞു, എന്തിനാണ് ഇതുപോലൊരു വീടിനെ ചോദിക്കുന്നത്? കുറച്ചുകൂടെ വലിയൊരു വീട് ചോദിക്കരുതോ? നമ്മുടെ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ എന്തോ ഒരു ധനമുണ്ട്, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കിളിവാതിൽ തുറന്നെങ്കിൽ തരത്തില്ലേ? അപ്പോൾ അവൾക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. ഞങ്ങൾ പിന്നെ ഒരു 5-6 മാസം അങ്ങോട്ട് പ്രാർത്ഥിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഭവനം കിട്ടി. ഞങ്ങൾ ആദ്യം കണ്ട വീടിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുള്ള വലിയ കൊട്ടാര സമാനമായ വീട്. പുസ്തക വായന അവിടെ നിർത്തി. ഞാൻ ആ പുസ്തകം ഞാൻ പറഞ്ഞില്ല, ചവറ്റുകൊട്ടയിൽ ഇട്ടില്ല, മേശപ്പുറത്തോട്ട് ഞാൻ കിട്ടും. കാരണം എന്താ? ജെയിൻ ഓസ്റ്റിൻ പ്രസംഗിച്ചത് തിരുവെഴുത്തുകളിലുള്ള ക്രിസ്തുവിനെ അല്ല. അയാൾക്ക് വലിയ വീട് കിട്ടിയ ക്രിസ്തുവിനെ കുറിച്ച് അയാൾ പറയുന്നത്. തിരുവെഴുത്തുകളുള്ള ക്രിസ്തു, ആ ക്രിസ്തുവിനെ അല്ല തിരുവെഴുത്തുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആരെങ്കിലും എന്നെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ ത്യജിച്ച് ക്രൂശുമെടുത്തോണ്ട് എൻ്റെ പിന്നാലെ വരണം. ഈ ധനവും മാനവും തന്ന് അനുഗ്രഹിക്കാവുന്ന സുവിശേഷങ്ങൾ പറഞ്ഞിട്ടില്ല. ക്രിസ്തു എവിടെങ്കിലും പറഞ്ഞു? ക്രൂശാണ് കർത്താവ് വാഗ്ദാനം ചെയ്തത്. അതെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. അതുകൊണ്ട് ഇവിടെ ഒത്തിരി പേര് പ്രസംഗിക്കും,
വിവേചനാശക്തി നമുക്ക് വേണം. ഓരോരുത്തരുടെ പ്രസംഗത്തെ മാർക്കിടണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. തിരുവെഴുത്തുകളിൽ നിന്ന് പ്രസംഗിക്കുന്നതാണ് അർത്ഥവത്തായിട്ടുള്ളത്. തിരുവെഴുത്തുകളെ കൂട്ടിമാട്ടരുത്. തിരുവെഴുത്തുകൾ യേശു ക്രിസ്തുവിനെ കാണിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. നമുക്ക് സമ്പത്ത് തരാൻ വേണ്ടിയല്ല, ഈ ഭൂമിയിൽ നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് തരാൻ വേണ്ടിയല്ല. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു പോകുന്നതാണ് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ ആദ്യം സാക്ഷ്യം കൊടുക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു പോകുന്നു. ക്രിസ്തു ഇവിടെ വന്നത് മനുഷ്യജാതിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണ്. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. തിരുവെഴുത്തിൽ കാണുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാക്രമങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ രോഗം എന്താ പ്രിയരെ? ഏറ്റവും വലിയ രോഗം എന്താ? ഇപ്പൊ എല്ലാവരും ചോദിച്ചാൽ പറയും ക്യാൻസറാണ്. അല്ല, പാപരോഗമാണ് ഏറ്റവും വലിയ രോഗം. അതാണ് തിരുവെഴുത്തുകൾ പഠിപ്പിച്ചിരിക്കുന്നത്. കണക്കുകൾ പറയും, ഇവിടെ മരിക്കുന്നവരുടെ എണ്ണം ക്യാൻസർ കൊണ്ട് മരിക്കുന്നവർ കൂടുതൽ, ഹൃദ്രോഗം കൊണ്ട് മരിക്കുന്നവർ കൂടുതൽ. അതൊക്കെ വേണം, അതെല്ലാം വേണ്ടെന്ന് ഞാൻ പറയല്ല. പക്ഷേ തിരുവെഴുത്തുകൾ പ്രകാരം വ്യാഖ്യാനിക്കുമ്പോൾ മനുഷ്യന്റെ രോഗങ്ങളിൽ ഏറ്റവും വലിയ രോഗം, എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന രോഗം പാപരോഗം. പാപരോഗം ബാധിക്കാത്തവർ ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടോ? ചില അസുഖങ്ങൾ നമ്മളെ എല്ലാവരെയും ബാധിച്ചൊന്നിരിക്കുകയില്ല. ഓരോരുത്തരുടെ അസുഖം നമ്മൾ ഇപ്പോഴേ അതൊന്നും അറിയത്തില്ലായിരിക്കാം. എന്നാലും എല്ലാ അസുഖവും നമുക്ക് വരുത്തൊന്നുമില്ല. ഏതെങ്കിലും ഒരു അസുഖം സമയമാകുമ്പോൾ വരും നമ്മളെ വിളിച്ചോണ്ട് പോകാൻ, അതുമായിരിക്കും. ഏതായാലും കൊള്ളാം, പാപരോഗത്തിൽ നിന്ന് ഒരാൾ പോലും വിമുക്തമല്ല. അതുകൊണ്ട് തിരുവെഴുത്തുകളിൽ നമുക്ക് വെളിപ്പെടുത്തുന്നിരിക്കുന്നത് പാപരോഗത്തിൽ നമ്മളെ വിടുവിക്കുന്ന ക്രിസ്തുവാണ്. അതിന് നമ്മൾ സ്വീകരിച്ച മാർഗം ക്രൂശിന്റെ മാർഗം. ഇത് വിസ്മരിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചാൽ അത് തിരുവെഴുത്തുകൾ എന്നുള്ളതല്ല. അതുകൊണ്ട് ഇന്ന് കുറെ പേര് പഴയ മനുഷ്യർ പറയുന്ന പോലെ ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്ത് എല്ലാം പോകുമെന്ന് പറഞ്ഞ പോലെ ചിലരെല്ലായിടത്തും ഓടി നടക്കുക. ഓടി നടന്നോ കേട്ടോ വീട്ടിൽ ഇരിക്കുന്ന പ്രായമുള്ള മനുഷ്യർക്ക് ഇപ്പോഴേ, പ്രായമായ മനുഷ്യർക്ക് ഇപ്പം സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കാൻ ചിലർക്ക് പറ്റിയില്ലായിരിക്കും. ചിലരൊക്കെ കാണും, പ്രായമുള്ളവരൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ ചാനൽ വരുന്ന അനേക പ്രസംഗങ്ങളൊക്കെ കണ്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്ന് ഓർത്തു നോക്കണം, തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണോ ഈ പ്രസംഗിക്കുന്നത്? തിരുവെഴുത്തുകളിൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തു മനുഷ്യനെ പാപരോഗത്തിൽ നിന്ന് വിടുവിക്കാനാണ്. അതാ ഈ നോമ്പിലെ വായനകളിലെല്ലാം രോഗസൗഖ്യം തന്നു. കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. അവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു, നിന്റെ പാപത്തിൽ നിന്ന് മോചനം തന്നിരിക്കുന്നു. വളരെ വ്യക്തമായ ഒരു കാര്യം പഠിപ്പിക്കാനായിരുന്നു. ചില രോഗങ്ങള് പാപം മൂലം വ്യക്തമായ ബന്ധം കാണും, ചിലതിനെ വ്യക്തമായ ബന്ധം കണ്ടുവന്നിരിക്കുകയില്ല. പക്ഷെ എല്ലാത്തിൻ്റെയും മൂല കാരണം മനുഷ്യന്റെ പാപമാണ്. ഇത് നിങ്ങൾക്കും എനിക്കും ഉണ്ട്, നിങ്ങൾക്ക് ഇനിയില്ലെങ്കിൽ ഇല്ലായിരിക്കാം. പാപത്തോടുള്ള പോരാട്ടം, നിരന്തരമായ പോരാട്ടം വേണം. ഒരു ദിവസം കൊണ്ടോ നമ്മുടെ മനുഷ്യായുസ് കൊണ്ട് പോലും നമ്മൾ പാപത്തിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുകയില്ല. പതുക്കെ നമുക്ക് വല്ലതും പ്രാപിച്ചാൽ നിരന്തരമായ പോരാട്ടത്തിൽ കൂടെ കുറേശ്ശെ നമുക്ക് ചിലപ്പോൾ പാപരോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ സാധിച്ചതില്ല. അല്ലാതെ നമ്മളാരും പൂർണ്ണമായിട്ട് ഉടനെ അങ്ങ് വിമുക്തരാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ നോമ്പ്, ഉപവാസം ഇതെല്ലാം കൂടെ വീണ്ടും ആവർത്തിക്കുന്നു. കാരണം പാപരോഗത്തിൽ നിന്ന് നാം പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കുന്നേയില്ല, പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാനേ ഒക്കുള്ളൂ, അല്ലേ? അസൂയയും സ്വാർത്ഥതയും ദ്രവ്യാഗ്രഹവും എന്തെല്ലാം തിന്മകൾ നിങ്ങളെ എന്നെയൊക്കെ അലട്ടാറുണ്ട്. ഓരോരുത്തരും ആലോചിക്കണം. ഇന്നത്തെ മനുഷ്യർക്ക് പാപമല്ല രോഗം, മറ്റു രോഗങ്ങളാണ്. രോഗശാന്തി വേണ്ട എന്നോ, അസുഖമുള്ളവര്
പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടായൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെയൊന്നും ആരും വ്യാഖ്യാനിക്കരുത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഏറ്റവും വലിയ രോഗം പാപരോഗം. പാപരോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാമെങ്കിൽ നമ്മുടെ ശാരീരിക രോഗങ്ങളിൽ നിന്നും ഒരു പക്ഷേ വിടുതൽ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് സഹിക്കാനുള്ള ശക്തിയൊക്കെ ദൈവം തന്നിരിക്കും. പക്ഷെ പാപരോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. പിന്നെ ഇവിടെ ഇരിക്കുന്ന സംശയം, എന്തോ ഈ പാപരോഗം? ഞാൻ എൻ്റെ കാര്യം തന്നെ അങ്ങ് പറയാം, അതായത് നമുക്ക് മനസ്സിലാവും. കുറേ നാൾക്ക് മുമ്പ് ഞാനും ജഗശ്രീ അച്ഛനൊക്കെ പഠിച്ചപ്പോൾ ഞങ്ങളുടെ ജൂനിയറായിട്ട് പഠിച്ച ഒരു അച്ഛനെയാണ്. ഞാൻ പേരും ഒന്നും പറയുന്നൊന്നുമില്ല. 30 വർഷത്തിന് ശേഷം അച്ഛനെ കാണുന്നു. അപ്പോൾ അച്ഛന് കണ്ടു വലിയ സന്തോഷത്തോടെ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛന് 3 മക്കൾ, എനിക്കും 3 മക്കൾ. ഓർഡർ മാത്രം തിരിച്ചാണ്. എനിക്ക് മൂത്തത് മകനും ഇളയ 2 പെൺമക്കളും. അദ്ദേഹത്തിന് മൂത്തത് 2 പെൺമക്കൾ, ഇളയത് മകൻ. അപ്പോൾ ഓർഡർ തിരിച്ചാന്നുള്ളേ ഉള്ളൂ. 3 മക്കൾ. ഓരോരുത്തരുടെ പഠിത്തകാര്യമൊക്കെ പറഞ്ഞു. ആ പഠിത്തകാര്യമൊക്കെ പറഞ്ഞപ്പോഴേ എൻ്റെ പിള്ളേരൊക്കെ പഠിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല, ഒക്കെ പഠിച്ചു. പക്ഷെ അച്ഛൻ്റെ മൂത്ത മോടെ കാര്യം പറഞ്ഞപ്പം ഡോക്ടറാണെന്ന് പറഞ്ഞു. ഞാൻ കേട്ടു, അച്ഛൻ്റെ മോള് ഡോക്ടറായല്ലോ. പിന്നെ എനിക്കൊരു ജിജ്ഞാസ തോന്നി, കാശ് കൊടുത്ത് വാങ്ങിച്ചതാണോ അതോ മെറിറ്റ് കിട്ടിയതാണോ? ഞാൻ ചോദിച്ചു, അച്ഛാ പൈസ വല്ലതും കൊടുക്കേണ്ടി വന്നോ? ഇല്ല അച്ഛാ, അത് മെറിറ്റ് കിട്ടി, അവിടെ ടെസ്റ്റ് എഴുതി കിട്ടി. പോട്ടെ, ഒരു കൊച്ചു ഡോക്ടറായി. പിന്നെ ചോദിച്ചു, രണ്ടാമത്തെ കൊച്ചു, അച്ഛാ അവൾ ഡോക്ടറായി, അവൾ 4ാം വർഷം പഠിക്കുക. അന്നേരം ഞാൻ ചോദിച്ചു, അവൾക്ക് വല്ലതും പൈസ കൊടുക്കേണ്ടി വന്നോ, കാശ് കൊടുക്കേണ്ടി വന്നോ? ഉടനെ അച്ഛൻ പറഞ്ഞു, ഇല്ല, അവൾക്ക് മെറിറ്റ് കിട്ടി. പിന്നെ എനിക്ക് അധികം ചോദിക്കാൻ തോന്നിയില്ല. അല്പം ആശ്വസിക്കാന്ന് വിചാരിച്ചാ, കാശ് കൊടുത്തായിരുന്നെങ്കിൽ വോട്ട് കാശ് കൊടുത്തിട്ടാണല്ലോ. എനിക്ക് 3 പിള്ളേരുണ്ടായിരുന്നു. ഒന്നിനെ ഡോക്ടറാക്കണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ്. ഞാൻ അതിനുവേണ്ടി അന്വേഷിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ കൊച്ചിന് മെറിറ്റിലൊന്നും കിട്ടിയില്ല, പക്ഷേ ഡോക്ടറാകാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്, ബാക്കിയുള്ള മാർക്കും ഒക്കെ ഉണ്ട്. അവർ അഡ്മിഷൻ തരാമെന്നും പറഞ്ഞു. 25 ലക്ഷം രൂപ ഉടനെ കൊടുക്കണം. എവിടുന്നാ കൊടുക്കാൻ? അവിടെ ഞാൻ പതുക്കെ പോരും. അപ്പോൾ 3 പിള്ളേരിൽ ഒന്നിനെ ഡോക്ടറാക്കണമെന്ന് ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അച്ഛൻ്റെ 2 മക്കളും മെറിറ്റിൽ അവർക്ക് 2 പേർക്കും ഡോക്ടറായി അങ്ങനെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ സന്തോഷം വന്നില്ല. അവിടെയാണ് സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് പറഞ്ഞ പിതാവ്, അദ്ദേഹത്തിൻ്റെ ഒത്തിരി പുസ്തകങ്ങൾ പ്രസിദ്ധങ്ങളാണല്ലോ. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖിക്കാൻ എളുപ്പമാണ്, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കാൻ പ്രയാസമാണ്. 100% അടിവരയിട്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യമല്ലേ അത്? ശരിയല്ലയോ? അച്ഛൻ 2 മക്കള് ഡോക്ടറായി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞപ്പോഴേ ആ സന്തോഷം ഞാൻ പങ്കുവെക്കേണ്ടതല്ലേ? പറ്റത്തില്ല. കാരണം അസൂയ അത് മനസ്സിൽ കിടക്കുന്നു. അതുകൊണ്ട് എനിക്ക് പാപമുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിക്കും, എന്താണ് പ്രസംഗിക്കാൻ നടക്കുകയാണോ പിന്നെ ഈ അസൂയൊക്കെ വെച്ചോണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയരെ. ആ ഒരു കാര്യം, ദൈവമേ, എല്ലാ പാപവികാരങ്ങളും, അസൂയ, സ്വാർത്ഥത, ദ്രവ്യാഗ്രഹം, അഹന്ത, എല്ലാ പാപവികാരങ്ങളിൽ നിന്നും വിടുതൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയും മാത്രമേ പറയാനൊക്കൂ. ഇതിൽ നിന്നൊന്നും വിടുതൽ പ്രാപിച്ചിട്ടില്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുന്നു, പാപരോഗം ഏറ്റവും വലിയ രോഗമാണെന്ന് മനസ്സിലാക്കുന്നു. കരയുന്നവരോട് കരയാൻ എളുപ്പമാണ്, ചിരിക്കുന്നവരോട് ചിരിക്കാൻ പ്രയാസമാണ്. അല്ലേ? കാണുന്ന കാഴ്ചയല്ലേ? മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛന്മാർ അനൗൺസ് ചെയ്യുമല്ലോ, ഇപ്പോൾ ഇനി ഏറ്റവും വേണ്ട ഭവനത്തിലെ ശുശ്രൂഷ കഴിഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം കൊടുക്കാനുള്ള സമയമാണ്. അന്നേരം ഒരു നിലവിളിയൊക്കെ ഉണ്ടാവും വീടുകളിൽ. വഴിയെ പോകുന്നവർ അവിടെ വന്ന് റോന്ന് കരയും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം പറയുകയും വേണ്ട, അവർ മുഴുവനും കരയും. കരയുന്നവരുടെ കൂടെ കരയാൻ എളുപ്പമാണ്, പക്ഷെ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ പറ്റുമോ? അയലത്തെ വീട്ടിലെ കുഞ്ഞിന് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായിട്ട് മാറുമോ? അയലത്തെ വീട്ടിൽ നിന്ന് മനോഹരമായി വീട് വെച്ച് കൂതാശ ചെയ്ത് അവർ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം നമ്മുടേതായിട്ട് മാറുമോ? മാറത്തില്ല.
അവിടെയാണ് നിങ്ങൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, നമ്മിലെല്ലാം പാപരോഗമാണ്. പാപരോഗത്തിൽ നിന്നുള്ള വിടുതൽ അതാണ് ക്രിസ്തു തരുന്നത്. അതാണ് നോമ്പിൽ നമ്മൾ പ്രാപിക്കാനാവില്ല. അതുകൊണ്ട് വേറെ ഒരു ലക്ഷ്യവും വെക്കരുത്. ബാക്കി നമ്മുടെ സങ്കടങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. പക്ഷേ ഈ പരിശുദ്ധ നോമ്പിൽ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു, അവൻ 40 ദിവസം നോമ്പ് നോറ്റു, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം അതിനെ അവൻ തോപ്പിച്ചു. നിങ്ങൾ ഞാൻ നോമ്പ് നോക്കുന്നോ, ഒറ്റ ലക്ഷ്യം അതായിരിക്കണം. ഇതെല്ലാം നമുക്കുണ്ട്, കൺമോഹം, ജഡമോഹം ഒക്കെ നമുക്കുണ്ട്. ഇതിനെ തോപ്പിക്കണം, ആകൽക്കർസായുടെ ശക്തിയെ തോപ്പിക്കണം. അതാണ് അപരിചിതൻ പറഞ്ഞു കൊടുത്തത്. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? മന്ദബുദ്ധികളെ എന്നാണ് വിളിച്ചത്. അവിടെ നിങ്ങൾ ഞാൻ ഓർത്തുകൊള്ളണം, തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ വേണം സ്വീകരിക്കേണ്ടത്. പോട്ടെ, ആ ഭാഗം കൊണ്ട് വിടുകയാണ്. അടുത്ത ഭാഗത്തേക്കൂടെ കടക്കാം. അവിടെ നോമ്പിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് മുന്നോട്ട് പോകാൻ ഭാവിച്ചപ്പോഴേ ഇവര് പറഞ്ഞു, വന്നാട്ടെ ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ പാർക്കും. നോമ്പിനെ കുറിച്ച് ഞാൻ പറയും, ക്രിസ്തുവിനെ രാപാർക്കാൻ ക്ഷണിക്കുന്നു. രാപാർക്കുക എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമുള്ള ഒരു വാക്കായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്ന് നമ്മുടെ വീടുകളിൽ മറ്റാരും രാപാർക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മളും വേറെ ഒരു വീട്ടിൽ പോയി രാപാർക്കുന്നില്ല. എന്തുകൊണ്ട് രാപാർക്കുന്നില്ല? നമ്മുടെ ബന്ധങ്ങൾ വളരെ വളരെ കുറഞ്ഞുപോയി അല്ലേ? പണ്ട് കാലത്ത് മാർച്ച് 31 വരാനിരിക്കുക. മാർച്ച് 31 പരീക്ഷ കഴിഞ്ഞാൽ ഏപ്രിൽ 1 2 ആകുമ്പോഴത്തേക്കും പിള്ളേർ അമ്മാച്ചൻ്റെ വീട്ടിൽ പോവും, മാവിയുടെ വീട്ടിൽ പോവും. നേരത്തെ പ്ലാൻ ചെയ്യും. പിള്ളേർക്ക് എന്തൊരു സന്തോഷമായി മാർച്ച് 31. എനിക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു അന്നത്തെ മാർച്ച് 31 പറഞ്ഞു കഴിയുമ്പോൾ. 2 മാസത്തേക്ക് പള്ളിക്കൂടത്തിലും പോകണ്ട, പറങ്കാവേ കയറാം, മാവേ കയറാം. എന്തോ ഒരു ഉല്ലാസമാണ്. മാവിമാരുടെ വീട്ടിൽ പോകാം. എൻ്റെ അപ്പന് പെങ്ങന്മാരേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഈ മാവിമാരുടെ വീട്ടിലൊക്കെ പോകാം. ഭയങ്കര ഉല്ലാസവും സന്തോഷമാണ്. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ പിള്ളേർ ഈ പല തോന്നിവാസങ്ങളുടെ പുറകെ പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? കുഞ്ഞുങ്ങളുടെ സ്വാഭാവികമായ ഉല്ലാസം നമ്മൾ അവരിൽ നിന്ന് എടുത്തു കളഞ്ഞു. അവരുടെ പിന്നെ നമ്മൾ കൊടുത്ത ഉല്ലാസം എന്നറിയാമോ? വീട്ടിൽ വീഡിയോ ഗെയിം വാങ്ങിച്ച് വെച്ച് കളിച്ചോളാൻ പറഞ്ഞു. ഇതേ കളിപ്പിച്ചു പിള്ളേരെ. പിള്ളേർ സ്വയം ഉല്ലാസം കണ്ടെത്താൻ ശ്രമിച്ചു. ഈ ഉല്ലാസമാണ് വർദ്ധിച്ച് വർദ്ധിച്ച് വാട്സപ്പും ഫേസ്ബുക്കും നെറ്റും അശ്ലീലവും തോന്നിവാസലും എല്ലാം പോയത്. പഴയ കുഞ്ഞുങ്ങൾക്ക് അത്രയും വരത്തില്ലായിരുന്നു. കാരണം അവര് അതിനേക്കാൾ വലിയ ഉല്ലാസം, പ്രകൃതിയോട് ചേർന്ന ഉല്ലാസം, ബന്ധുമിത്രാദികളോട് ചേർന്നുള്ള ഉല്ലാസം, അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കുണ്ടോ? ഞാൻ പറയും, എനിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൗതിക സൗകര്യങ്ങൾ, ഞാൻ വലിയ ധനികനൊന്നുമല്ല, എന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് തന്ന ഭൗതിക സൗകര്യങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ബാല്യകാലത്തിലുണ്ടായ ഉല്ലാസം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് വിചാരമില്ല. കാരണം നൈസർഗികമായൊരു ഉല്ലാസം ഉണ്ടായിരുന്നു ആ ജീവിതത്തിന്. എൻ്റെ ഓർമ്മയിൽ ആദ്യം ഓലമേഞ്ഞ വീടാണ്, പിന്നീട് അത് കൂടിട്ടത്. ഇടവപ്പാതിയിൽ വെള്ളം ഇടയ്ക്കിടയ്ക്ക് വീഴുമായിരുന്നു, മാറി മാറി കിടക്കുമായിരുന്നു. എന്നാലും എന്തോ ഒരു ഉല്ലാസമാണ്. ഓണം വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ, അവധിക്കാലം വരുമ്പോൾ ബന്ധുക്കളെ കാണാം, അവരോടൊപ്പം ചെലവഴിക്കാം. മനുഷ്യബന്ധത്തിൻ്റെ ഉല്ലാസം, ആനന്ദം, പ്രകൃതിയുമായിട്ട് ചേരുന്നതിൻ്റെ ഉല്ലാസം. മാവിൻ്റെ ഇങ്ങോട്ട് പോയി നിൽക്കുന്നു, മാങ്ങാ വീഴുന്നു, അത് പറിക്കുന്നു, പറങ്കാപ്പഴം പറിക്കുന്നു, അത് തിന്നുന്നു. എന്തോ ഒരു ഉല്ലാസമായിരുന്നു അന്നത്തെ ബാല്യത്തിന്. ഇപ്പോഴത്തെ ബാല്യങ്ങൾക്ക് ഈ ഉല്ലാസം വല്ലതും ഉണ്ടോ? പിള്ളേർ മാർച്ച് 31 കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ട്യൂഷൻ, കോച്ചിങ് അല്ലേ? ഇപ്പൊ മാതാപിതാക്കൾ സ്കൂൾ അന്വേഷിക്കുക. എങ്ങനെയുള്ള സ്കൂളിലാണ് വിടുന്നറിയാമോ? LKG മുതൽ IAS കോച്ചിങ് ഉള്ളിടത്ത് വിടുക. അതാ ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ അന്വേഷണം. മത്സരിക്കുന്ന സ്കൂളുകൾ ഇപ്പൊ കോച്ചിങ് ഇങ്ങനെ താഴോട്ട് കൊണ്ട്. പണ്ട് ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു കോച്ചിങ്. ഇപ്പൊ ഹയർ സെക്കൻഡറി പഠിക്കുന്നിടത്ത് കോച്ചിങ് ആയി,
പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുന്നിടത്തും കോച്ചിങ് ആയി, പള്ളിക്കൂടം തമ്മിൽ മത്സരിക്കുക. അതുകൊണ്ട് താഴോട്ട് ഇപ്പം വന്നിട്ട് UPS വരെ വന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ കോച്ചിങ് കൊടുക്കുന്ന സ്കൂളുകളായിട്ടുണ്ട്. നാളെ അത് താഴോട്ട് വന്ന് 1ാം ക്ലാസ് ആകും. ഇച്ചിരി കഴിയുമ്പോൾ LKG മുതൽ IASന്റെ കോച്ചിങ്, മെഡിസിൻ്റെ കോച്ചിങ്. ഈ കുഞ്ഞുങ്ങൾ എവിടെ പോയി നിൽക്കും? അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഉല്ലാസം അവരിൽ നിന്ന് എടുത്തു കളഞ്ഞ്, അവരുടെ നൈസർഗികമായ സന്തോഷം അവരിൽ നിന്ന് എടുത്തു കളഞ്ഞ്, ഇങ്ങനെ എടുത്തു കളഞ്ഞ് കൊച്ചുങ്ങളെ അങ്ങോട്ട് കൃത്രിമമായി വളർത്തിക്കൊണ്ട് വരുമ്പോൾ 10,000-ൽ 1 ഡോക്ടറും IAS കിട്ടിയെന്നിരിക്കും. പക്ഷെ ബാക്കിയുള്ള സംഖ്യ എവിടെ പോയി നിൽക്കും? അതാ നോക്കേണ്ടത്. പത്രത്തിനകത്ത് 4 പേരുടെ 2 പേരുടെ കേരളത്തിൽ 4 പേരുടെ IASന്റെ ഫോട്ടോ കിട്ടി കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും വിചാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം IAS ആകുന്നു. ഞാൻ നിരുത്സാഹപ്പെടുത്താൻ പറയല്ല. 4 പേർക്ക് കിട്ടിയെന്നുള്ളത് കൊണ്ട് ലക്ഷങ്ങളാണ് എഴുതുന്നത്. എല്ലാവരും പോയി എഴുതട്ടെ, വേണ്ടാന്നും പറയുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഉല്ലാസം, നൈസർഗികമായ സന്തോഷം അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് അവർ കൃത്രിമ സന്തോഷങ്ങളുടെ പുറകെ പോകുന്നുവെങ്കിൽ അതിന് ഒരു കാരണം അവരുടെ ബാല്യത്തിന്റെ സന്തോഷം അവർ നശിപ്പിച്ചു കളഞ്ഞു. ഈ സമൂഹം, മാതാപിതാക്കളും ഈ സമൂഹവും ചേർന്നാണ്. കോട്ടയം ക്ലാസ്സുകളായിരുന്നെങ്കിൽ ഞാൻ വേറെ ചില കാര്യങ്ങളോടൊക്കെ പറയുമായിരുന്നു. കൺവെൻഷൻ പ്രസംഗമാണ് ഞാൻ കൂടുതൽ അതിലോട്ട് പറയുന്നില്ല. വിദ്യാഭ്യാസ സമ്പ്രദായമുള്ള ഉൾപ്പെടെയുള്ള പലതിനെക്കുറിച്ചും ഇന്നത്തെ യുവലോകം വൈകൃതത്തിലേക്ക് പോകുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അതിലോട്ട് തള്ളിവിടുന്ന ഒരു സമൂഹവും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവുമാണ്. അല്ലേ? മാർച്ച് മാസം കഴിഞ്ഞ് കൊച്ചു പിള്ളേരൊന്നും ഉല്ലസിക്കണ്ടായോ? അതിന്റെ പിറ്റേ ദിവസം പിടിച്ചും വിടുക. കോച്ചിങ്, ട്യൂഷൻ, കൃത്രിമമായ ജീവിതം. ഒടുവിൽ കൃത്രിമ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പിള്ളേര് അവരുടേതായ നിലയിലുള്ള സന്തോഷം അവർ കണ്ടെത്തുകയാണ്. അതിനായി തോന്നിവാസത്തിന്റെ എല്ലാം പുറകെ പോകുന്നത്. അപ്പോഴാണ് മൊബൈൽ മെസ്സേജ് വരുന്നത്, I love you. ഉടനെ തിരിച്ചു കൊടുക്കുന്നു, I too love you. ഇതെല്ലാം വരും. ഇതിനെല്ലാം പിള്ളേർ കീഴടങ്ങും. കൊച്ചു പിള്ളേർ പോലും ഇപ്പോഴങ്ങ് എല്ലാത്തിനും അങ്ങ് പ്രേമിച്ചു വരുക. എവിടെയെങ്കിലും പിള്ളേർ പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഒരു സമയം, പ്രായമൊക്കെ ആയി കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ആലോചിക്കാം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച, അതിനും പ്രേമോ? ഞാൻ ചോദിച്ചു, കുഞ്ഞെ വീട്ടിൽ കെട്ടിക്കാൻ വല്ലതും ആലോചിക്കുന്നുണ്ടോ? ഇല്ല. നിന്നെ പള്ളിക്കൂടത്തിൽ വിട്ടപ്പോഴേ അവിടുന്ന് പോയി ഒരാളിനെ പിടിച്ചുകൊണ്ട് വരണോ നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനാ ഇപ്പോഴിങ്ങനെയുള്ള ബന്ധത്തിൽ? കൊച്ചു പറയുക, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല, എനിക്ക് മറക്കാൻ വയ്യ. എന്താ പറയാൻ? 9ാം ക്ലാസ്സിൽ പഠിക്കുക കൊച്ച്. സർവ്വ വേണ്ടാതിനങ്ങൾക്കും പിള്ളേർ പോകുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ റാങ്ക് മാത്രം നോക്കിയാൽ പോരാ. കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം, അതിൻ്റെ ആധ്യാത്മികമായ ചില അടിസ്ഥാനങ്ങൾ. ഈ ലോകത്തെ കുറ്റം പറഞ്ഞിട്ട് വാട്സപ്പോ ഫേസ്ബുക്കോ മൊബൈലോ ഇന്റർനെറ്റ് ഇതൊന്നും നിർത്താൻ നമുക്ക് പറ്റുകയില്ല. അതൊക്കെ ഇതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് ആത്മീയ ശക്തി ഉണ്ടോ? തിന്മയുടെ പ്രലോഭനം വരുമ്പോൾ വേണ്ട എന്ന് പറയാനുള്ള ആത്മീയ ശക്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ? അതുണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ല, ലോകത്തെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാനൊക്കെ ഇല്ല. അതാ വഴിക്കങ്ങനെ പോകും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ ശക്തി വേണം. അതാ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ നോമ്പിൽ കുഞ്ഞുങ്ങളെ മനസ്സിൽ കണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകത്തിന്റെ തിന്മകളിൽ അവർ വീഴരുത്. അല്ലാതെ എല്ലാത്തിനും A+ കിട്ടുക എന്നുള്ളതല്ല. A+ കിട്ടട്ടെ, അത് മാത്രമല്ല വലിയ കാര്യം. ഏറ്റവും വലിയ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ തിന്മകൾക്ക് കീഴടക്കുക. അതിനുള്ള ശക്തി അവർക്കുണ്ടാകും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ രാപാർക്കാൻ ക്ഷണിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. രാപാർക്കം എന്ന് പറഞ്ഞാൽ ആഴമേറിയ ബന്ധത്തിൻ്റെ അടയാളമാണ്. യേശുക്രിസ്തുവാണെന്ന് അവരറിഞ്ഞൊന്നുമില്ല. എങ്കിലും ആ അപരിചിതനെ അവര് രാപാർക്കാൻ ക്ഷണിച്ചു. നോമ്പ് ക്രിസ്തുവിനോട് കൂടെ രാപാർക്കാനുള്ള സമയമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. 3 കൊച്ചു കാര്യങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാപാർക്കലിൻ്റെ അർത്ഥം ഞാൻ ആ വിധത്തിലാണ് കഴിയുന്നത്. എങ്ങനെയൊക്കെയാണെന്നറിയാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. രഹസ്യത്തിൽ നന്മ ചെയ്യുക, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക,
രഹസ്യത്തിൽ ഉപവസിക്കുക. ഇതാണ് രാപാർക്കലിൻ്റെ അർത്ഥം. രാത്രി പാർക്കുമ്പോഴേ ആ പാർക്കുന്നവർ മാത്രമേ അറിയുന്നുള്ളല്ലോ, വേറെ ആരും അറിയുന്നില്ലല്ലോ. ഇന്ന് നമ്മുടെ വീട്ടിൽ ആരെയും രാപാർക്കാൻ നമ്മൾ അനുവദിക്കാത്തത് എന്തുകൊണ്ട്? നമ്മൾ പകല് കാണുന്ന പോലെ അല്ല നമ്മുടെ രാത്രിയിലെ ജീവിതം. പല വീടുകളിലും എൻ്റെ ഞാൻ കൊച്ചു കൊച്ചു പള്ളികളിലൊക്കെ ഇരുന്നിട്ടുള്ളൂ. എന്നാലും ചില വീടുകളിൽ നിന്ന് ചില അമ്മമാർ, ചില ഭാര്യമാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ടെലിഫോൺ എല്ലായിടത്തും ഉണ്ടല്ലോ, അച്ഛാ സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ വരല്ലേ പറഞ്ഞിട്ടുള്ള അമ്മമാരുണ്ട്. ചിലപ്പോൾ സമയം ലഭിക്കുന്ന സന്ധ്യയ്ക്ക് കഴിഞ്ഞിട്ടുള്ള ആണെങ്കിൽ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഒരു ഹൗസ് വിസിറ്റിങ്ങോ വല്ല പോകാമെന്ന് വെച്ചാൽ ചില അമ്മമാര്, എനിക്ക് മാത്രമല്ല മറ്റേ വൈദികർക്ക് ഈ അനുഭവം കാണുന്ന എൻ്റെ വിചാരം, സന്ധ്യ കഴിഞ്ഞാൽ വരണ്ട. ഒരമ്മ എന്നോട് നേരെ പറഞ്ഞതാ, അച്ഛാ സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ അച്ചായൻ തലയും കുത്തി നിൽക്കുക. പുള്ളി ശീർഷാസനം നടത്തുകയല്ല കേട്ടോ, യോഗ നടത്തുമൊന്നുമല്ല. ബാക്കി നിങ്ങൾക്കറിയാം എന്താന്ന്. ആ അമ്മയ്ക്ക് നാണക്കേടാ. അതുകൊണ്ട് അമ്മ പറഞ്ഞത്, അച്ഛാ വീട്ടിൽ വരികയാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് വരല്ലേ. സന്ധ്യ കഴിഞ്ഞാൽ ആർക്കും ചെല്ലാനൊക്കെയില്ല. നീ മദ്യപാനം ഇല്ലെങ്കിലോ ഭാര്യയും ഭർത്താവും വഴക്ക്, കുഞ്ഞുങ്ങൾ വഴക്ക്. അവിടെ ക്രിസ്തുവിന് പാർക്കാൻ പറ്റുന്നതല്ല. അവിടെ പാർക്കാൻ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നമ്മളോട് കൂടെ വസിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കുക. അതിനാ 3 കാര്യങ്ങൾ: രഹസ്യത്തിലുള്ള പ്രാർത്ഥന, രഹസ്യത്തിലുള്ള നന്മ, രഹസ്യത്തിൽ ഉപവസിക്കുക. ഈ നോമ്പിലുണ്ടല്ലോ എല്ലാവരും, നമ്മളെല്ലാവരും നമുക്ക് പള്ളിയിൽ നമുക്ക് രസീത് കിട്ടുന്ന നന്മകളൊക്കെ ചെയ്യണം. പള്ളിയുടെ പൊതുകാര്യങ്ങളൊക്കെ വരും, നമ്മൾ സഹകരിക്കണം. നോമ്പിൽ തീരുമാനിക്കണം, ആരും അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും, ആരും കാണുന്നില്ല, ഒരിടത്തും പേര് വരുത്തില്ല, ഒരിടത്തും രസീത് അടിച്ച് കിട്ടുകയില്ല. വളരെ പ്രയാസപ്പെടുന്ന മനുഷ്യർ ഈ ലോകത്തിലുള്ളത്. അത് ആരെങ്കിലും പരസ്യപ്പെടുത്തി അവർക്ക് വേണ്ടി പിരിവ് നടത്തുക, അതും വേണം. ഒരു വലിയ തുകയൊക്കെ ആർക്കെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ മനുഷ്യർ കുറേ പേര് ഒരുമിച്ച് കൂടി ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അതങ്ങനെയുള്ള ചെയ്യുക, അതൊരു വഴി കൂടെ പോട്ടെ. പക്ഷെ രഹസ്യത്തിൽ നന്മ ചെയ്യണം. വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയരുത്. അതുപോലെ ഈ വലിയ നോയമ്പിൽ ഒത്തിരി ഒന്നും ചെയ്തില്ല. ഇത് നോമ്പന്റെ സമയമാണ്. രഹസ്യത്തിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അതാണ്. നീ നന്മ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ല, രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. കൂട്ടായി നമ്മൾ വന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രം പോരാ. ദിവസത്തിൻ്റെ അല്പസമയങ്ങൾ, ഏതെങ്കിലും സമയം എടുത്ത് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇന്ന് നമുക്ക് പരസ്യ പ്രാർത്ഥനകൾ ഒത്തിരിയുണ്ട്, നല്ല കാര്യമാണ്. പള്ളികളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സന്ധ്യാപ്രാർത്ഥനകളുണ്ട്. വലിയ നോയമ്പ് വന്നു കഴിഞ്ഞാൽ അനേക പള്ളികളിൽ കോർണർ മീറ്റിങ്ങുകളുണ്ട്. പിന്നെ കോർണർ മീറ്റിംഗ് കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ സുഭിക്ഷമായ ഭക്ഷണവും ഉണ്ട്. അത് നല്ല കാര്യമായിരിക്കും അല്ലേ? ഇതെല്ലാം ഇങ്ങനെ പരസ്യമായിട്ട് ഒത്തിരി കാര്യം നടക്കുന്നുണ്ട്. പക്ഷേ മുമ്പ് കാലത്ത് നമ്മുടെ വീടുകളിൽ ഇതൊക്കെ കുറവായിരുന്നു. സന്ധ്യയ്ക്കും വെളുപ്പിനുമുള്ള പ്രഭാതത്തിലുള്ള പ്രാർത്ഥന കൃത്യമായിട്ട് നടക്കും. അത് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ ഒത്തിരി പരിപാടികളുടെ പുറകെ പോയിരിക്കായിപ്പോഴും ശരിയാവില്ല. ഒന്നും ചെയ്തില്ലെങ്കിലും സന്ധ്യയ്ക്കും പ്രഭാതത്തിലുള്ള പ്രാർത്ഥന നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്നുവെങ്കിൽ അവിടെ വലിയ മാറ്റങ്ങളുണ്ടാകും. അത് നമ്മൾ നടത്താതെ ചിലരുടെ എല്ലാ ആത്മീയ സംഘടനകൾക്കും പോവും, മീറ്റിങ്ങിന് പോവും, കോർണർ മീറ്റിങ്ങിന് പോവും, യോഗത്തിന് പോവും, എല്ലാത്തിനും പോവും. വീട്ടിൽ പ്രാർത്ഥനയില്ല, നല്ലതല്ല. എത്ര പ്രാർത്ഥനയ്ക്ക് പോയാലും വീട്ടിലെ പ്രാർത്ഥന മുടക്കരുത്. അങ്ങനെയുള്ളവരുടെ കാലമുണ്ടായിരുന്നു. ഞാൻ വലിപ്പം പറയല്ല, എൻ്റെ ഓർമ്മയുള്ളതുകൊണ്ട് പറയുക. ഞാൻ വല്യപ്പച്ചൻ്റെയും വല്യപ്പച്ചൻ്റെയും കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. വല്യപ്പച്ചൻ രാത്രി 12-1 മണിക്ക് എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ അപ്പൻ വല്യപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്, അപ്പാ കിടക്ക്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. അപ്പൻ തിരിച്ചു പറയുന്നു, വല്യപ്പൻ തിരിച്ചു പറ, നീ കിടന്നോടാ, ഞാനേ പ്രാർത്ഥിച്ചു കിടന്നോടാ. ഇത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങളുടെ ശക്തി അതായിരുന്നു. പാതിരാത്രിക്ക് പ്രായമുള്ളവർക്ക് ഉറക്കമൊക്കെ കുറയും.
പാതിരാത്രിക്ക് വല്യപ്പച്ചൻ, ലൈറ്റ് ഒന്നുമില്ല, മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് അദ്ദേഹത്തിൻ്റെ നമസ്കാര പുസ്തകം അത് മുഴുവനും അത് മുറുക്കുമല്ലേ, അതുകൊണ്ട് വെറ്റിലയുടെ കറയുണ്ട് എല്ലാ പേജിലും. പാതിരാത്രി എഴുന്നേറ്റ് രഹസ്യ പ്രാർത്ഥന മുഴുവനും പ്രാർത്ഥിക്കും. അപ്പോഴാണ് അപ്പൻ സ്നേഹം കൊണ്ട് പറയുന്ന, അപ്പനെ കിടക്ക്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. തിരിച്ചു പറയുന്നു, നീ പോയി കിടന്നോ, ഞാൻ പ്രാർത്ഥിച്ചേച്ച് കിടന്നോളാം. നമ്മുടെ ഏതെങ്കിലും വീടുകൾ കാണുമോ ഇത്? അതുകൊണ്ട് രഹസ്യത്തിലുള്ള പ്രാർത്ഥന പോയി, രഹസ്യത്തിലുള്ള നന്മ പോയി, രഹസ്യത്തിലുള്ള ഉപവാസം. ആ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല, മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. ഉപവസിക്കുക, കൂടെ വസിക്കുക. ആരും കാണാത്ത എൻ്റെ ഹൃദയമുണ്ട്, അവിടെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന നന്മ. അതാണ് രഹസ്യത്തിലുള്ള ഉപവാസത്തിൻ്റെ വലിയ അർത്ഥം. ഭക്ഷണ പദാർത്ഥങ്ങൾ വെടിയുന്നതല്ല, തിന്മകളിൽ നിന്ന് വെടിയുക. ആ തിന്മകളിൽ നിന്ന് വെടിഞ്ഞിരിക്കുന്നത് ലോകത്തിൻ്റെ മുൻപാകെ എൻ്റെ തിന്മ മുഴുവനൊന്നും കാണുകയില്ല. ഞാൻ എൻ്റെ അസൂയയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു, അല്ലെ നിങ്ങൾ വിചാരിക്കൂ. അങ്ങനെ ലോകം കാണാത്ത ഒരു വശം എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെ അത് ദൈവം കാണുമെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ രഹസ്യത്തിലുള്ള ഉപവാസവും നമ്മുടെ ശരിയായ അനുതാപവും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ അവനെ നമുക്ക് രാപാർക്കാൻ നമ്മളോടൊപ്പം ക്ഷണിക്കാം. രഹസ്യ പ്രാർത്ഥനയിലും രഹസ്യ നന്മയിലും രഹസ്യ ജീവിതം ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കത്തക്കവണ്ണമുള്ള അങ്ങനെ ക്ഷണിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ വരും. അവൻ അപ്പവീഞ്ഞുകളിൽ നമ്മുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരും. നമ്മുടെ കണ്ണു തുറക്കും. അവിടെ നമ്മുടെ കണ്ണു തുറക്കും. ഇന്ന് കാണുന്ന പോലെ നമ്മൾ ലോകത്തെ കാണുകയില്ല, വ്യത്യസ്തമായി ലോകത്തെ കാണും. യേശുക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ നമുക്ക് ഈ ലോകത്തെ കാണാൻ കഴിയും. ഇന്ന് നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഒരിടത്തും സാധിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്നറിയാമോ? വേദപുസ്തകത്തിൽ നമുക്ക് ചില ഉദാഹരണങ്ങൾ തന്നെ തന്നിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. കർത്താവിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നതിൻ്റെ ഒരു ഉദാഹരണം ദേവാലയത്തിൽ യേശുവരാനിരിക്കുന്നു. വിശുലൂക്കോസ് 21-ാമത്തെ അധ്യായത്തിലുണ്ട്. ഭണ്ഡാരത്തിൽ എല്ലാവരും പണം ഇട്ടുകൊണ്ടിരുന്നു, നേർച്ച ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ യേശുവരാൻ പറയുന്നു, ആ വിധവയുടെ ചില്ലിക്കാശാണ് ഏറ്റവും വലിയ നേർച്ച. അവളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. ഇത് കർത്താവിൻ്റെ കണ്ണിൽ കൂടെ കണ്ടപ്പോഴാണ്. നമുക്കിന്ന് അങ്ങനെ കാണാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പറ്റുമോ? ഓരോ പള്ളിയിലെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പാവപ്പെട്ട സ്ത്രീ 25 വയസ്സാകൊണ്ട് ഇട്ടേച്ച് പള്ളിയിൽ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ? അച്ഛന്മാരുടെ നോട്ടീസ് വരും. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, പലയിടത്തെയോ കേട്ടോ. ആരെങ്കിലും പള്ളി സംഭാവന കൊടുത്തെങ്കിൽ 1000 രൂപ കൊടുത്തെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കുറിപ്പോട് വരും. അച്ഛാ ഒന്ന് പറഞ്ഞേക്കണേ, ശരിയായിട്ടൊന്ന് പറഞ്ഞേക്കണേ. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? പറയാതിരിക്കാനൊക്കെ പോകും. അപ്പോഴുണ്ട് അനൗൺസ് ചെയ്യും, പാലക്കാമണ്ണിൽ തോമാച്ചൻ്റെ മോൻ ജോർജ് കുട്ടി 5000 രൂപ തന്നിരിക്കുന്നു. അയ്യോ, പാലക്കാമണ്ണോ വല്ലതുകൊണ്ടേയും വെറുതെ പറഞ്ഞാ കേട്ടോ. എന്നിട്ട് ഞങ്ങളൊക്കെ ഇപ്പം വന്നു പോകാം, 3 വർഷം കഴിയുമ്പോഴ പോകുന്നവരാ. അവിടെ ഞങ്ങൾക്ക് ഇതിൻ്റെ വല്ലതും അറിയാമോ? അതിൻ്റെ ബാക്കി കൂടെ പറയും. കാര്യം പള്ളിക്ക് പൈസ അവരുണ്ടായോ, ബാക്കിയും കൂടെ അനൗൺസ് ചെയ്യും. പാലക്കാമണ്ണിലെ തോമാച്ചൻ്റെ വല്യപ്പച്ചൻ ഇട്ടിയച്ചാൻ വരെ ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വളരെ ത്യാഗം സഹിച്ചാണ്. പിന്നെ ആ ഇട്ടിയച്ചാൻ വലിയച്ചാനെ വല്യപ്പച്ചനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇളക്കി പള്ളിക്കാരെടുത്ത് ചിരിക്കും. ഇട്ടിയച്ചാൻ വെള്ളത്തിൽ വീണാ മരിച്ചത്. അത് വേറെ കാര്യം. വെള്ളം കുടിച്ചാ മരിച്ചത്, ആറ്റിലെ വെള്ളമല്ല കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ വിളിച്ചു പറയാൻ നിർബന്ധിതരാണ്. കാരണം ക്രിസ്തുവിൻ്റെ കണ്ണിൽ കൂടി ഇന്ന് ലോകത്തെ നോക്കാൻ ആരും പഠിപ്പിക്കുന്നുമില്ല, ആർക്കും നിർബന്ധവും ഇല്ല. കാര്യം നടക്കുന്നില്ല. പക്ഷേ യേശുവരാൻ പറഞ്ഞല്ലോ, ആ കണ്ണിനകത്തിൽ വലിയ അർത്ഥമുണ്ട്. മറ്റുള്ളവരെ ആരെയും കർത്താവ് പുച്ഛിച്ചില്ല. കർത്താവ് ഒരു വലിയ രഹസ്യം പഠിപ്പിക്കുകയായിരുന്നു. അവൾ സമ്പാദ്യം മുഴുവനും കൊടുത്തു. ബാക്കിയുള്ളവർ കൊടുത്തതിനെ ഒന്നും കർത്താവ് ചെറുതാക്കിയില്ല. പക്ഷെ അവൾ സമ്പാദ്യം മുഴുവനും കൊടുത്തു.
ബാക്കി കൊടുത്തവർ അവരുടെ കയ്യിൽ മിച്ചം ഒത്തിരിയുണ്ട്. അവരുടെ സമൃദ്ധിയിൽ നിന്നാണ്, അത് കർത്താവ് പ്രത്യേകം പറഞ്ഞു. മറ്റുള്ളവരെല്ലാം സമൃദ്ധിയിൽ നിന്നാണ് ഇട്ടത്. അവളുടെ സമ്പാദ്യം മുഴുവനും കൊടുത്തു. ക്രിസ്തുവിൻ്റെ കണ്ണിൽ കൂടെ ലോകത്തെ കാണുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടുകളെല്ലാം മാറുന്നേ. അങ്ങനെ മാറണം. കേട്ടെ, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഇത് വലിയ നോയമ്പായിരുന്നു. എമ്മാവൂസിലേക്ക് യാത്ര പോയ 2 ശിഷ്യന്മാർ അവർ തിരിച്ച് യെരുശലേമിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവരുടെ ജീവിതത്തിൽ അവരുടെ കൂടെ അല്പം നമ്മളൊന്ന് യാത്ര ചെയ്തു. നോമ്പിൻ്റെ അനുഭവം നമുക്ക് ഇതുപോലെ ആയിരിക്കണം. കണ്ണിപ്പോൾ നമ്മുടെ നിരോധിച്ചിരിക്കുകയാണ്. കാണേണ്ടാത്തത് നമ്മൾ കാണുന്നു, കാണേണ്ടത് കാണുന്നില്ല. നമ്മൾ നിരാശരാണ്. നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിലാണ്, ക്രിസ്തുവിലാണ് നമ്മൾ ഇന്ന് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അല്ല, തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കാണുവാൻ. അവിടെ പാപത്തിൽ നിന്നുള്ള വിടുതൽ, പാപരോഗത്തിൽ നിന്നുള്ള വിടുതലാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഈ നോമ്പിൻ്റെ സമയം അവനെ നമ്മളോടൊപ്പം രാപാർക്കാൻ ക്ഷണിക്കാം. നമ്മുടെ രാത്രിയിൽ രഹസ്യങ്ങൾ, ക്രിസ്തുവിൽ നിന്ന് മറഞ്ഞ രഹസ്യങ്ങൾ നമുക്കൊന്നുമില്ലാതെ വേണം നമ്മുടെ ജീവിതത്തെ അത്രമാത്രം ശ്രേഷ്ഠമായിട്ട് ഉയർത്താൻ ശ്രമിക്കാം. പൂർണ്ണമായും നമ്മളങ്ങ് വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലെങ്കിലും നമുക്ക് ശ്രമിക്കാം. രഹസ്യമായ പ്രാർത്ഥന, രഹസ്യമായ നന്മ, രഹസ്യമായ ഉപവാസം, അതിൽ കൂടെ നമ്മുടെ അന്തർനേത്രങ്ങളെ തുറക്കുവാൻ, കർത്താവിൻ്റെ കണ്ണുകളിൽ കൂടെ ഈ ലോകത്തെ കാണുവാൻ, കാഴ്ചയുള്ളവരായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധ നോമ്പും ഈ വചന ശുശ്രൂഷയും പെരുന്നാളും എല്ലാം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കും.